വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കർത്താവിലേക്ക് നോക്കി, വചനമാകുന്ന ആ കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അതേ കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങൾ അങ്ങേ ധ്യാനിക്കുമ്പോൾ, അവിടുത്തെ കൃപകൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം സന്തോഷിച്ച് ഉല്ലസിച്ചാർക്കുന്നു. അങ്ങേതാണ് ആനന്ദത്തിന്റെ പരിപൂർണത. അങ്ങേ തന്നെ ധ്യാനിക്കുവാനും ശ്രദ്ധിച്ചു നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അങ്ങേ തന്നെ കേൾക്കുവാൻ, അവിടുന്ന് ഞങ്ങളോട് കർത്താവേ അരുളി ചെയ്യുന്നത് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളിതിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി പൂജ്യമായിട്ട് സീറോമായി കർത്താവേ അവിടുത്തെ പ്രഭാതത്തിൽ അർപ്പിക്കുന്ന അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി സ്നേഹം നിറച്ച് അവിടുത്തെ ശബ്ദം കേൾപ്പിക്കുന്ന എല്ലാം യേശു കർത്താവിന് വലിയ മാറ്റമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം നമുക്ക് മിക്കവർക്കും പരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നാ ചോദിക്കുന്നത്. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുക. യോഹന്നാൻ 5-ന്റെ 44-ാമത്തെ വാക്യം, ഹൗ ക്യാൻ യു ബിലീവ്? നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്ത് ചെയ്തുകൊണ്ടിരുന്ന? അതാണ് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? പലപ്പോഴും കർത്താവ് നമ്മളോട് അങ്ങനെ ചോദിക്കാൻ ഇടവരുന്നുണ്ടോ? നമ്മള് പലപ്പോഴും തമ്മിൽ ബഹുമാനം വാങ്ങുന്ന ആൾക്കാരാ. നമ്മളുടെ അങ്ങനെ ഒരു ജഡമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഞാൻ എല്ലാവർക്കും, കൊച്ചു പിള്ളേർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ എപ്പോഴും എന്റെ ആഗ്രഹം. പലപ്പോഴും ഞാൻ അറിയാതെ ചിലപ്പോൾ സ്വിച്ച് ഓവർ ആയി പോകും. ഞാൻ കൊച്ചു പിള്ളേർ, നമ്മള് ജോഹാൻ, പ്രാർത്ഥന, അർപ്പിത, ജ്യോത്സ്ന, മനു, കൊച്ചു പിള്ളേർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ എന്റെ ആഗ്രഹം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള നമ്മുടെ ഒരു ജഡത്തില് മനുഷ്യമാനം തേടുന്ന ഒരു കാര്യം, മനുഷ്യമാനം തേടാതെ കർത്താവിന്റെ മാനം മാത്രം, ദൈവത്തിന്റെ മാനം മാത്രം അന്വേഷിക്കുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് അല്പമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ മാനം മാത്രം, കർത്താവിന്റെ അപ്രൂവൽ, യേശുവിന്റെ അപ്രൂവൽ ഉണ്ടോ? അപ്രൂവൽ എന്ന് പറഞ്ഞത് അംഗീകാരം. കർത്താവ് ഇതിൽ സന്തോഷിക്കുന്നുണ്ടോ? ബാക്കി ആയിരക്കണക്കിന് മനുഷ്യർ എന്നെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്നവരുണ്ടായിരിക്കാം, നിന്ദിക്കുന്നവരുണ്ടായിരിക്കാം, പരിഹസിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒത്തിരി പുകഴ്ത്തിയോ വലിയ ആത്മീയമായിട്ടുള്ള സഹോദരനാണ്, സഹോദരിയാണ്, ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഇത്രയും നല്ലൊരു സ്ത്രീ, ഇത്രയും നല്ലൊരു സഹോദരി, അങ്ങനെ പറയുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിലൊക്കെ നമ്മളുടെ ഒരു ജഡത്തിന് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് മനുഷ്യന്റെ മാനം. എന്നാൽ അതൊരു വലിയൊരു തിരശ്ശീല തന്നെയാണത്. നമ്മൾ ഇത് പറഞ്ഞാൽ ഈ പൂച്ച എങ്ങനെ ഇട്ടാലും 4 കലയെന്ന് പറഞ്ഞതിൽ ഈ സഹോദരൻ എന്ത് പറഞ്ഞാലും തിരശ്ശീലയിലേക്ക് വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. എന്നുവെച്ചാൽ നമ്മുടെ ജഡമാകുന്ന ഒരു തിരശ്ശീല, യേശുവിന്റെ സമീപത്തേക്ക് നമ്മൾ പോയോ എന്നൊക്കെ നമ്മൾ പാട്ടിൽ പാടിയില്ലേ? ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, യേശുവിന്റെ അടുക്കിലേക്ക് പോയോ. ഇപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ബാക്കി ജീസസ് ഹാപ്പി വിത്ത് മീ, യേശു എന്നിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണോ? അതോ അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നു, ഇവരുടെ കൂട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും? പണ്ടാരോ പറഞ്ഞതുപോലെ ജനനം, മറ്റുള്ളവരെന്ത് പറയും, മരണം എന്ന് പറയുന്ന വെച്ചാൽ അപ്പാട് ജീവിതം മൊത്തം എന്താന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും, ഇവരെന്ത് പറയും. ഒരു പക്ഷേ ലോകക്കാരുടെ മാനം അന്വേഷിക്കുന്നതൊക്കെ നമ്മൾ ഒരു പരിധി വരെ ഒക്കെ നമ്മൾ ഒരു പക്ഷേ നിർത്തിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളുടെ കൂട്ടു സഹോദരങ്ങളുടെ മാനം, ആത്മീയ നേതാക്കളുടെ മാനം, അല്ലെങ്കിൽ അതുപോലെ ആത്മീയ ലോകത്തിന്റെ ഒരു മാനം, ക്രിസ്തീയ ലോകത്തിന്റെ ഒരു മാനം, അങ്ങനെയൊക്കെയുള്ള മറ്റ് മനുഷ്യരിൽ നിന്ന് മാനം അന്വേഷിക്കുന്ന ഒരു ദുഷ്ട ജഡം, മറ്റുള്ളവരുടെ മനുഷ്യമാനം അന്വേഷിക്കുന്ന, അത് അത്ര വലിയ ഏതാണ്ട് ക്രിമിനൽ കുറ്റമാണോ? IPC ഇത്രാം വകുപ്പ് പ്രകാരം നീ മനുഷ്യമാനം അന്വേഷിച്ചതിനാൽ നിന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നതൊന്നും ആരും പറയാൻ പോകുന്നില്ല. ഇന്ന് ലോകത്തിലുള്ള മനുഷ്യരെല്ലാം സ്വാഭാവികമായിട്ട്, അത് ലോകക്കാർക്ക് അതൊരു പാപമായിട്ടേ തോന്നത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമുള്ള കാര്യമാണ്. എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറയണം എന്നുള്ളത്. അത് അവർക്കൊരു അതൊരു അംഗീകാരം, എല്ലാവരുടെയും ഒരു അംഗീകാരം വാങ്ങിക്കുക, അങ്ങനെയൊക്കെയുള്ളത്. എന്നാൽ ക്രിസ്ത്യൻ ജീവിതത്തിൽ അതൊരു വലിയ തടസ്സമാണ്.
നമ്മളുടെ ക്രിസ്തീയ ഓട്ടത്തിൽ നമ്മളിപ്പോ ഓട്ടക്കളത്തില് 100 മീറ്റർ റേസിൽ ഓടാൻ പോവുക, പക്ഷെ വലിയൊരു പൊക്കണം എടുത്തുകൊണ്ട് നമ്മൾ വലിയൊരു ബാണ്ടാക്കെട്ട് എടുത്തുകൊണ്ട് ഓടാൻ നിൽക്കുകയാണെങ്കിൽ എത്രമാത്രം ഓടാൻ പറ്റും? അല്ലെങ്കിൽ കാലിൽ ഭയങ്കര ഒരു ചെങ്ങലയിൽ വലിയൊരു പാറക്കല്ലൊക്കെ കെട്ടി വെച്ചുകൊണ്ട് നമ്മൾ ഓടാൻ നോക്കും ഇങ്ങനെ. അതുപോലെ നമ്മള് ബാക്കിയുള്ളവരുടെ മനുഷ്യമാനം, മനുഷ്യ പാരമ്പര്യങ്ങൾ, ഈ ലോകത്തിൻ്റെതായ ഒരു അംഗീകാരം, അതെല്ലാം ഒരളവിലല്ലെങ്കിൽ മറ്റൊരളവിൽ നമ്മുടെ എല്ലാവരുടെയും ജഡത്തിലുള്ള കാര്യങ്ങളാണ്. അത് പല സാഹചര്യങ്ങൾ വരുമ്പോഴായിരിക്കും അത് കൂടുതൽ കൂടുതൽ പൊങ്ങി വരുന്നത്. അപ്പൊ നമുക്ക് ദൈവം നമുക്ക് വെളിച്ചം തരണം. വെളിച്ചം തന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മള് ആരുടെയും മാനം അന്വേഷിക്കുന്നില്ല. ഞാൻ ഏറ്റവും ആത്മീയനായ സഹോദരനാണ്, സഹോദരിയാണ്, എനിക്ക് മനുഷ്യമാനമൊന്നും ഞാൻ തേടുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എങ്കിലും ബാക്കിയുള്ളവർ നമ്മളെ കുറിച്ച് നല്ലത് പറയുമ്പം നമുക്കൊരു സന്തോഷം. ബാക്കിയുള്ളവർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് തിരുത്തി പറയുമ്പോഴോ എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് പറയുമ്പോഴോ ഒക്കെ നമുക്ക് വല്ലാതൊരു നിരാശ, നമ്മൾ മുറിപ്പെട്ടു പോകുന്നു, നമുക്ക് തന്നെ ഇങ്ങനെ മ്ലാനത, ഭയങ്കര വിഷാദം, ഉദാസ മനസ്സിനായി അങ്ങനെ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടൊരു ജഡത്തിലാണ് നമ്മൾ ഉള്ളത്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചാലും നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയത്തില്ലെന്ന് ഈ കർത്താവ് പറഞ്ഞു വരുന്നേ. നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഹൗ ക്യാൻ യു ബിലീവ് എന്നാ കർത്താവോട് ചോദിക്കുന്നേ. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കത്തു നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഈ വിശ്വാസവും മനുഷ്യമാനവും തേടുന്നത് തമ്മിൽ എന്തോ ഇത്ര ബന്ധമുള്ളേ? എല്ലാവരും എന്നെ നോക്കുന്നുണ്ടെന്നാണ് എന്റെ വിചാരം. എല്ലാവരും വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നു, നമ്മളെല്ലാം വിശ്വസിക്കുന്നില്ല. യേശു കർത്താവിനെ വിശ്വസിക്കുന്നു, കർത്താവ് മാത്രമേ ദൈവമായിട്ടുള്ളൂ, കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് രണ്ടാമത് വരും, എന്നെ കൂട്ടാൻ വേണ്ടി വരും, എല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഏത് വിശ്വസിക്കുന്നത് പറഞ്ഞാൽ മതി, അത് നമ്മളും കൂടി ടിക്കറ്റ് തരും, അതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയും. എന്നാൽ പ്രായോഗികമായിട്ടുള്ള ചില ജീവിത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്റെ ചില പാപങ്ങളെ ജയിക്കാൻ കർത്താവിനെ എന്നെ സഹായിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള ചില പരിമിതികളും ഭയങ്ങളും വെപ്രാളവും ടെൻഷനും ആകുലചിന്തകളും മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയാത്ത മനോഭാവവും അശുദ്ധമായിട്ടുള്ള ചില സ്വഭാവങ്ങളോ നമ്മളുടെ നാവിനെ നിയന്ത്രിക്കുന്നതിന്റെ കാര്യത്തിലോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൊക്കെ അതിനെല്ലാം ജയിച്ച്, എല്ലാ പാപങ്ങളെയും ജയിച്ച് യേശുവിനെ പോലെ എന്നെ ആക്കി തീർക്കാനായിട്ട് കർത്താവിന് കഴിയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മള് വലിയൊരു പരീക്ഷ, എക്സാമിന്റെ തലേദിവസം മീറ്റിങ്ങിന് വന്നും മീറ്റിങ്ങിന് വന്നും നല്ല മാർക്ക് വാങ്ങിക്കാൻ കർത്താവിനെ എന്നെ സഹായിക്കാൻ കഴിയും. അതിനു മുമ്പ് തന്നെ ഞാൻ നന്നായിട്ടെല്ലാം പഠിച്ച് എക്സാം നാളെ ഉണ്ടെങ്കിലും ഞാൻ മീറ്റിംഗ് മിസ്സാക്കാതെ ഞാൻ അവിടെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് നമുക്കിപ്പോൾ ഒരു എക്സാം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയിലായിരിക്കും, നമുക്ക് പെട്ടെന്നൊരു അസുഖം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇന്നലെ രാവിലെ നോക്കുമ്പം എന്റെ ചെരുപ്പ് കാണുന്നില്ല. ഞാനത് പറയാന്ന് വിചാരിച്ചില്ല കേട്ടോ, പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് നമുക്ക് ചെരുപ്പ് അവിടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇട്ടുപോയി. അത് അപ്പൊ അവിടെ പുതിയ വീടിന്റെ ഗേറ്റൊക്കെ പണിതെടുക്കുന്നുണ്ട്. ഈ പട്ടിക്കുഞ്ഞുങ്ങളുടെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് എന്തോ മാംസകഷ്ടമായിട്ട് തോന്നി അവരിത് ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പുതിയൊരെണ്ണം വാങ്ങിക്കേണ്ടി വന്നു. പുതിയൊരെണ്ണം വാങ്ങിച്ചതിന് ശേഷമാണ് അത് എന്തോ കടിച്ചു കയറി അപ്പുറത്തിട്ടേക്കുന്നത് കണ്ടത്. അപ്പൊ എന്തായാലും അപ്പൊ ഞാനിങ്ങനെ ഇതിലൂടെ പറഞ്ഞു മറ്റേത് മാറ്റി ഒരു പുതിയ ചെരുപ്പ് വാങ്ങിക്കണത് ദൈവത്തിന് ഹിതമായി, അതുകൊണ്ട് ദൈവ പട്ടിക്കുഞ്ഞുങ്ങളെ ഞാനത് ജസ്റ്റ് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുക. ഞാൻ പറയുന്നത് വെച്ചാല് ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ നിയന്ത്രണത്തിനാണ് ഉള്ളത്. എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ ഒരു പരമാധികാരം, ദൈവത്തിന്റെ നിയന്ത്രണത്തിനല്ല ഉള്ളത്. കർത്താവിന് നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളോ എന്ന് ഈ കാര്യങ്ങളിൽ ഒരു വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിന് ചിലർ എന്ന് വിശ്വാസത്തിലേക്ക് വരും, നമ്മളുടെ ബന്ധുക്കളാവട്ടെ, ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിലരുടെ കല്യാണം നടക്കുന്നില്ല, ചിലർക്ക് വിവാഹം നടന്നിട്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ചില പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ, ജോലികൾ, ചില ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലാവട്ടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലാവട്ടെ നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ അങ്ങ് കഴിയുന്നില്ല. കർത്താവിനെല്ലാം ചെയ്യാൻ കഴിയും, യു ക്യാൻ ഡു എവറിത്തിങ് എന്നുള്ളൊരു കാര്യം നമുക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രണ്ടു പേർക്കാണ് എല്ലാം ചെയ്യാൻ കഴിയുന്നത്. ആർക്കൊക്കെയാണ്? നമ്മൾ സാഗ്ദോറിന് കേട്ടിട്ടുണ്ട്. ഒന്ന് ദൈവത്തിന്, വേറെ ആരാ?
രണ്ടാമത് ഈ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്. അത് ഞാൻ പറഞ്ഞതല്ല, സാക്ബേറും അല്ല ആദ്യം പറഞ്ഞത്. അത് ആരൊക്കെയാ പറഞ്ഞത്? അത് പരിശുദ്ധാത്മാവ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന കാര്യം. നമ്മളിവിടെ യോഹന്നാൻ 5 ഒരു വിരൽ വെച്ചുകൊണ്ട് നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോയാൽ മർക്കോസ് 10-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. അതിന്റെ 27-ാമത്തെ വാക്യം, മർക്കോസ് 10:27 എന്താ വായിക്കുന്നത്? യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് എന്താ എന്താ സാധ്യം? ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? വിത്ത് ഗോഡ് എവറിത്തിങ് ഇസ് പോസിബിൾ. ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. അപ്പൊ എല്ലാം ദൈവത്തിന് സാധ്യമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എല്ലാം സാധ്യമായിട്ടുള്ള ഒരാളാരാന്ന് ചോദിച്ചാൽ ദൈവം. രണ്ടാമത് ആരാന്ന് ചോദിച്ചാൽ അതിന്റെ തൊട്ട മുമ്പത്തെ അധ്യായത്തിലേക്ക് തിരിച്ചാൽ മതി. 9-ാം അധ്യായം, മർക്കോസ് 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം എന്താ പറയുന്നത് അവിടെ? യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ, നിന്നെ കഴിയുമെങ്കിൽ സുഖമാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ കഴിയുമെങ്കിൽ എന്ന് പറയുവാണോ? അങ്ങനെ വിശ്വാസത്തോടെ പറയുവാണോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അപ്പം ദൈവത്തിന് എല്ലാം കഴിയും, ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. ദൈവത്തിന് എല്ലാം കഴിയും. ഈ ദൈവത്തിന്റെ മേല് നമ്മളും കൂടെ അങ്ങ് ദൈവത്തിന്റെ ആ സ്ട്രെങ്ത് നമ്മളും കൂടെ അങ്ങ് ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കും എല്ലാം കഴിയും എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്കും എല്ലാം കഴിയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. അത് ദൈവത്തിന്റെ ഹിതം. ഇപ്പം ചില കാര്യങ്ങളിൽ ചിലർക്കാണെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരു വിക്കല് വരുന്നു, വാക്കുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചില സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ വേറെ ചില വെപ്രാളങ്ങള്, ടെൻഷന്, പരീക്ഷ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ലൂസ് മോഷൻ വരുന്നു, പിന്നെന്താ നെഞ്ചെടുപ്പ് കൂടുന്നു, വേർക്കുന്നു, അത് ഇതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വാക്കുകൾ കിട്ടാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ആങ്സൈറ്റി. അപ്പോ യഥാർത്ഥത്തിൽ കർത്താവിനെ വിശ്വസിക്കാൻ കഴിയണം. എങ്കില് ഞാൻ മനുഷ്യമാനം തേടാതെ ഇരുന്നാൽ മാത്രമേ എനിക്ക് കർത്താവിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിന് മെക്കാനിസം ഓഫ് ആക്ഷനിലേക്ക് നമുക്ക് പോകാം. ഇങ്ങനെ ഈ മനുഷ്യമാനം തേടുന്നതും വിശ്വാസവും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ശരിക്കും പറഞ്ഞാൽ അവിടെ ആ വാക്കില് ക്രൈസ്റ്റ് എന്നുള്ള വാക്കുകൂടെ ഗ്രീക്കിലുണ്ട്. നമ്മൾ ആ ഫിലിപ്പിയർ 4:13 ഗ്രീക്കില് ഞാൻ നോക്കുമ്പോൾ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം എന്നാണ് NASB എഴുതിയിരിക്കുന്നത്. പക്ഷെ ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്റ്റോസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ എന്ന് പറയുമ്പോൾ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം. ശക്തനാക്കുന്ന എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്തു ആണെന്നുള്ള കാര്യം ഇംപ്ലൈഡ് ആണ്. അതിന്റെ മുമ്പെയുള്ള വാക്യങ്ങളിലൊക്കെ ക്രിസ്തു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം ട്രാൻസ്ലേറ്റേഴ്സ് അവൻ എന്നങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തതെങ്കിൽ അവിടെ ഞാൻ അതിന്റെ ആ ഗ്രീക്ക് അത് നമ്മളുടെ ബ്ലൂ ലെറ്റർ ബൈബിളൊക്കെ നോക്കുമ്പോൾ ഗ്രീക്കില് ത്രൂ ക്രൈസ്റ്റ്, കർത്താവ്, ക്രിസ്തു, അഭിഷിക്തൻ, അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. പിന്നെ ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ആരെങ്കിലും എന്നെ നോക്കാതിരിക്കുമ്പോൾ എന്റെ വിചാരം അവർ ചിലപ്പം വളരെ ധ്യാനം നിമഗ്നരാണെന്നാണ്. അപ്പൊ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കൊക്കെ. അപ്പോ ക്രിസ്തു മുഖാന്തരം. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ? അഭിഷിക്തൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അതാണ് ക്രിസ്തു. ക്രിസ്റ്റോസ് എന്നുള്ളത് ഗ്രീക്ക് പദം, മസിഹ, മെസ്സയ എന്നുള്ളത് എബ്രായ പദം. രണ്ടിന്റെ അർത്ഥം അഭിഷിക്തൻ, ദൈവം അഭിഷേകം ചെയ്തവര് വരുന്നുണ്ട് എന്ന് മെസ്സിഹയെ കുറിച്ച് അല്ലെങ്കിൽ മെസ്സായയെ കുറിച്ച് പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ അഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ട് ഈ യേശുവാണ് ആ ക്രിസ്തുവായിട്ട് അവതരിച്ചത്. ആ ക്രിസ്തു മുഖാന്തരം കർത്താവിന്റെ അഭിഷേകനായ ആ ക്രിസ്തുവിന്റെ അഭിഷേകത്തിന്റെ ഒരു തുള്ളി എനിക്ക് കിട്ടിയാൽ മതി. ആ ക്രിസ്തു മുഖാന്തരം എന്നെ ശക്തനാക്കുന്ന, ആ ക്രിസ്തു മുഖാന്തരം എന്നെ ശക്തനാക്കുന്നവൻ, എന്നെ എനർജൈസ് ചെയ്യുന്നവൻ, എന്നെ അവരെ എംപവർ ചെയ്യുന്നവൻ, എന്നെ പരിശുദ്ധാത്മാവിനാൽ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് എന്ന് പറയുമ്പോൾ പാപമൊന്നുമല്ല. കർത്താവ് ഒരിക്കലും പാപം ചെയ്യാൻ നമ്മളെ ശക്തനാക്കത്തില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യാൻ ദൈവം നമ്മളെ ശക്തനാക്കത്തില്ല. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ഈ ഒരേ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ കുറച്ചു കാലം നമുക്കിനി എത്ര നാളുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. കർത്താവിന്റെ വരവിങ്ങി ഏറ്റവും അടുത്തു. നമ്മൾ എപ്പോഴാണ് നമ്മളുടെ മരണ സമയമെന്ന് നമുക്ക് അറിയത്തില്ല. ഈ ഒരു ചെറിയ ജീവിതത്തില് യേശു കർത്താവിന് എന്നിലൂടെയും എന്തെല്ലാം ചെയ്യാൻ എന്തെല്ലാം ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അതെല്ലാം ചെയ്തെടുക്കുവാന് കർത്താവിന് പറ്റും. കർത്താവിന് നമ്മളെ ഒരുപക്ഷെ ബാക്കി അനേകരെ അനുഗ്രഹിക്കാനും മറ്റനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കാനും മറ്റനേകരെ ശക്തിപ്പെടുത്താനും ഒക്കെ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹം കാണും.
പക്ഷെ പലപ്പോഴും നമ്മള് എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എനിക്ക് വലിയ വചന പരിജ്ഞാനമൊന്നുമില്ല, ഞാനിങ്ങനെ അയ്യോ പാവം ഞാന് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഒരു സ്വയം സഹതാപത്തിലങ്ങ് ഇരുന്ന് പോകുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഞാന് എനിക്ക് വല്ല എന്റെ ശക്തി തന്നെ എന്നെ കഴിയുന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെന്ന് കുളവാക്കുന്നവരായിരിക്കും നമ്മൾ. ഈ രണ്ട് എക്സ്ട്രീമിലോട്ട് ഞാനേ ആകാം, അയ്യോ പാവം ഞാനേ ആകാം എന്ന അതെല്ലാം മറിച്ച് ക്രിസ്തു മുഖാന്തരം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് എല്ലാം കഴിയും. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ചിലപ്പോൾ നമ്മളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ജീവിതത്തിൽ ദൈവമേ എന്റെ ജീവിതം അങ്ങ് ഒരു കുത്തൊഴിഞ്ഞു പോയവണക്കാണെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല, ഒരു അച്ചടക്കം എന്റെ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു അച്ചടക്കം വേണം. എന്റെ മൊബൈൽ ഉപയോഗത്തിൽ ഒരു അച്ചടക്കം വേണം. എന്റെ ഫോൺ ഉപയോഗം അല്ലെങ്കിൽ എന്റെ ഇന്റർനെറ്റ് ഉപയോഗം അല്ലെങ്കിൽ എന്റെ സംസാരം, എന്റെ വാക്കുകളിൽ ഒരു അച്ചടക്കം വേണം. അല്ലെങ്കിൽ കർത്താവേ ഞാൻ സമയം ചെലവഴിക്കുന്ന വിധത്തിൽ ഒരു അച്ചടക്കം വേണം, ഞാൻ പണം ചെലവഴിക്കുന്ന വിധത്തിൽ ഒരു അച്ചടക്കം വേണം. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലെല്ലാം ഒരു വിശ്വാസം, കർത്താവിലുള്ള ഒരു വിശ്വാസം. അപ്പൊ എങ്ങനെ, ഹൗ ക്യാൻ യു ബിലീവ് എന്ന കർത്താവ് ചോദിക്കുന്നത്. നമ്മൾ തിരിച്ച് യോഹനാനിലേക്ക് നമുക്ക് വരാം. യോഹനാൻ 5-ാം അധ്യായത്തിന് 44 നമ്മൾ എന്താ വായിക്കുന്നത്? ഹൗ ക്യാൻ യു ബിലീവ്, എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാനം തേടിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നീ അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നു എന്ന് നമ്മൾ മറ്റു മനുഷ്യരുടെ മാനം തേടുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ സ്വന്തം ഇഷ്ടമാണ് ചെയ്യുന്നത്. സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്വന്തം ഇഷ്ടത്തെയാണ് ബൈബിളിൽ എന്ത് വിളിച്ചിരിക്കുന്നത്? ജഡം, ഫ്ലഷ് എന്ന് വിളിച്ചിരിക്കുന്നത്. സ്വന്തം ഇഷ്ടം, മൈ വിൽ, മൈ സെൽഫ് വിൽ. അപ്പൊ ആ സ്വന്തം ഇഷ്ടം, ഞാൻ മെക്കാനിസം ഓഫ് ആക്ഷൻ, സ്വന്തം ഇഷ്ടവും ഈ എന്താ മനുഷ്യമാനം തേടുന്നതും വിശ്വസിക്കാൻ കഴിയാത്തതും തമ്മിലുള്ള യുനോ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഞങ്ങൾ ഈ ഫാർമക്കോളജി ഒക്കെ പഠിക്കുന്നവര് ഒരു മരുന്നിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇത് സെറട്ടോണിൻ ഡോപ്പമിൻ ആന്റഗണിസ്റ്റ് ആണ്, അത് പിന്നെ പാർഷ്യൽ ഡോപ്പമിൻ ആന്റഗണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോ മരുന്നിന്റെ മെക്കാനിസം പറയുന്നത് പോലെ, കോക്സ് 2 ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിന് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മനുഷ്യമാനം തേടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ആ ജഡമാകുന്ന തിരശ്ശീലയിൽ നിന്നാണ് നമ്മളുടെ ജീവിതം. ആ ജഡമാകുന്ന തിരശ്ശീല, എന്റെ സ്വന്തം ഇഷ്ടം ആണ് മറ്റ് മനുഷ്യർ എന്ത് ചിന്തിക്കുന്നു, അവരെന്ത് ചിന്തിക്കുന്നു, ഇവരെന്ത് ചിന്തിക്കുന്നു, മറ്റു മനുഷ്യരുടെ മാനം തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പം എനിക്ക് ദൈവമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ മറ്റു മനുഷ്യരുടെ അവരെന്ത് പറയും, എന്റെ ഭർത്താവ് എന്ത് പറയും, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ എന്ത് പറയും, എന്റെ അയൽവക്കക്കാരെന്ത് പറയും, എന്റെ നാത്തൂർ എന്ത് പറയും, അമ്മായിമ്മ എന്ത് പറയാം, മരുമോൾ എന്ത് പറയും, അല്ലെങ്കിൽ അവര് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാ അത് വലിയ കാര്യം, അവര് നമ്മളെ കുറിച്ച് അവര് അപ്പം ബാക്കി മനുഷ്യരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അതായത് ഒരു വിഗ്രഹാരാധന മാതിരി. ഇപ്പൊ ഈ ഇങ്ങനെ ആ കാര്യങ്ങളെ കുറിച്ച് വെളിച്ചമില്ലാത്ത നമ്മളുടെ ഇതര മതത്തിലുള്ള സഹോദരങ്ങളൊക്കെ വിഗ്രഹങ്ങൾക്ക് മുമ്പാകെ അവരിങ്ങനെ താണു വീണ് വണങ്ങി ദീപം കൊണ്ട് ആരാധനയൊക്കെ ചെയ്ത് സാഷ്ടാംഗം പ്രണമിച്ച് അപ്പൊ നമ്മൾ അയ്യോ വിഗ്രഹാരാധിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ മനുഷ്യമാനം തേടുമ്പോൾ ആ മനുഷ്യനെ ഇങ്ങനെ ആരാധിക്കും, ഇങ്ങനെ താണ് കുമ്പിട്ട് ഇങ്ങനെ ദീപമൊക്കെ കൊണ്ട് ആരാധിച്ച്, അയ്യോ മനുഷ്യ, സഹോദര, സഹോദരി, നിന്റെ മാനമാണ് എനിക്ക് വലിയ വലുത്, ഞാൻ നിന്നെ അങ്ങ് സാഷ്ടാംഗം കുമ്പിടുന്നു, നീ സർവശക്തനായ ദൈവമല്ലോ എന്ന് പറഞ്ഞൊരു നമ്മളൊരു വിഗ്രഹാരാധിയായിട്ട് ഇരുന്നൊരു മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തന്നെ അറിയാതെ ആ ഒരു വിഗ്രഹാരാധനയിലേക്ക് വീണു പോവുക. എന്നാൽ കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവിനെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാല് നമ്മൾ മനുഷ്യമാനം തേടുന്നില്ല. ഒരു ഒരു സാഹചര്യങ്ങൾ വരുന്നു, അവിടെ യുനോ അപ്പൻ എന്ത് പറയും, അമ്മ എന്ത് പറയും, സഹോദരങ്ങൾ എന്ത് പറയും, നാത്തൂൻ എന്ത് പറയും, അമ്മായിയും എന്ത് പറയും, അളിയൻ എന്ത് പറയും എന്നുള്ളതല്ല, മറിച്ച് യേശു കർത്താവ് എന്ത് പറയും എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുമ്പോൾ, അതിനായിട്ട് എന്റെ ഹൃദയത്തെ വെക്കുമ്പോൾ, മറ്റു മനുഷ്യർ, എന്റെ കൂട്ടുകാര് അവരെന്നെ കളിയാക്കുവോ, ഞാൻ അവരുടെ കൂടെ ആ കൂട്ടത്തില് പോയി ഞാനും അവരുടെ കൂടെ വൃത്തികെട്ട തമാശകൾ പറയാനും, അവരുടെ കൂടെ പോയി സിനിമ കാണാനും, അവരുടെ കൂടെ പോയി വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഏർപ്പെടാനും ഒക്കെ പോയില്ലെങ്കിൽ അവരെന്നെ പോയി ഒറ്റപ്പെടുത്തുവോ, അവരെന്നെ കളിയാക്കുവോ എന്നൊക്കെയുള്ള മനുഷ്യമാനം തേടാനുള്ള വ്യഗ്രത നമ്മളുടെ ജഡത്തിൽ വരുമ്പോൾ അവിടെ നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവേ അവര് ഇവര് എന്തെങ്കിലും പറയുന്നു എന്നുള്ളതല്ല എനിക്ക് കാര്യം, അങ്ങ് എന്താ പറയുന്നത് എന്നുള്ളതാ കർത്താവേ, അങ്ങ് എന്നെ കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് കാര്യം എന്ന് എന്ന് ഞാൻ പറയുമ്പോൾ, ഞാനിവിടെ എന്റെ ആ ജഡമാകുന്ന തിരശ്ശീലയെ അവിടെ ക്രൂശിൽ ഏൽപ്പിക്കുക. ജഡമാകുന്ന തിരശ്ശീലയോട് ചേർന്ന് ഒരു സുവർണ്ണ അൽത്താരയുണ്ട്, അതാണ് നമ്മൾ ഇച്ഛാശക്തി ഇച്ഛാശക്തിയെ കുറിക്കുന്ന കാര്യം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പുറപ്പാട് 30-ാമത്തെ വാക്യത്തിൽ, ഞാൻ ആ വാക്യത്തിലേക്കൊന്നും പോകുന്നില്ല, പലപ്പോഴും നമ്മൾ എടുത്തിട്ടുള്ള വാക്യം പുറപ്പാട് 30-6 ആ തിരശ്ശീലയ്ക്ക് മുമ്പിലായിട്ട് വേണം ഒരു സുവർണ്ണ അൽത്താര വെക്കേണ്ടതെന്ന് പറയുന്നത്. ആ സുവർണ്ണ അൽത്താര നമ്മുടെ വിൽ പവർ ആണ്, വിൽ പവർ അല്ലെങ്കിൽ ഫ്രീ വിൽ. അവിടെ നമുക്ക് തീരുമാനം എടുക്കാനൊരു കപ്പാസിറ്റി, ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്, ഒരു ചോയ്സ്, ഒരു തെരഞ്ഞെടുപ്പ് തന്നിട്ടുണ്ട്. അവിടെ നമ്മള് എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം അത്രേ എന്ന് പറയുമ്പോൾ അവിടെ ഈ തിരശ്ശീല ദൈവത്തിന്റെ വചനമാകുന്ന വാളിന് വിധേയമാകാൻ വേണ്ടി
ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. കർത്താവെ അവിടുത്തെ വചനമാണ്, അവിടുന്ന് എന്താ പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് കാര്യം. ബാക്കിയുള്ളവര് XABC XYZ എന്ത് പറയുന്നു എന്നുള്ളതല്ല, മറിച്ച് കർത്താവെ അങ്ങ് പറയുന്നത് അനുസരിക്കുന്നതാണ് എനിക്ക് കാര്യമെന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഇച്ഛാശക്തിയിൽ നമുക്ക് എടുക്കാനുള്ള ഒരു ചോയ്സിൽ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ, സ്വന്തം ഇഷ്ടമാകുന്ന ആ തിരശ്ശീലയെ നമ്മളങ്ങ് കർത്താവിന്റെ മുമ്പാകെ അങ്ങ് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന വാള് എന്നൊക്കെ എവിടൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? എബ്രായർ 4:12 പറയുന്നുണ്ട്, വചനത്തെ വാളിനോട് ഉപമിച്ചിട്ടുണ്ട്. എഫേസ്യർ 5-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളില് ദൈവത്തിന്റെ വചനത്തെ ആത്മാവിന്റെ വാളെന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ വെളിപാട് പുസ്തകത്തിലും ഒക്കെ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാള്, ദൈവത്തിന്റെ വചനമാകുന്ന വാള്, അത് ജ്വാലയുള്ള വാളാണ്. വാളിന്റെ ജ്വാലയുമായി കെരൂബുകളെ ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാക്കുവാൻ നിർത്തി എന്നൊക്കെ എവിടെ പറയുന്നത്? ഉൽപ്പത്തി 3:24, ജെനസിസ് 3:24 ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്ന വാക്യങ്ങളായിട്ട് ഞാൻ ആ വാക്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ചുരുക്കം പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. നമ്മളെ തന്നെ ദൈവമുമ്പാകെ ഓരോ സമയത്തും മനുഷ്യമാനം തേടാനുള്ള ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ കർത്താവേ അവിടുത്തെ മാനം മതി, അവിടുത്തെ ഇഷ്ടം മതി, അവിടുത്തെ അപ്രൂവൽ മതി, അവിടുത്തെ അംഗീകാരം മതി, അവിടുത്തെ അറ്റസ്റ്റിംഗ് സീൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ നമ്മളുടെ ഈ ജഡമാകുന്ന തിരശ്ശീല കുറച്ചുകൂടെ ഒന്ന് ചീന്തപ്പെടും, നമ്മുടെ സ്വയബലം കുറച്ചുകൂടെ ഒന്ന് ചീന്തപ്പെടുകയും അങ്ങനെ ആ ചീന്തപ്പെടുന്നതിനനുസരിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ ആത്മാവിലേക്ക് വന്ന് ഇറങ്ങുന്നത്. ഈ വാള് നമ്മളുടെ ജഡത്തില് വന്ന് കീറുമ്പോൾ ആ വാളിന് എന്തുണ്ട്? ജ്വാലയുണ്ട്. ജ്വാലയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിലേക്ക് വന്ന് നിറയുന്നു. നമ്മുടെ എന്റെ ഇഷ്ടം വേണ്ട കർത്താവേ, അവിടുത്തെ ഇഷ്ടം മതി, അല്ലെങ്കിൽ എനിക്ക് മനുഷ്യമാനം അന്വേഷിക്കേണ്ട, എനിക്ക് അവിടുത്തെ മാനം മതി എന്ന് നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലം എന്തുവാ? വിശ്വാസം. അത് നമുക്കറിയാം. വിശ്വസ്തത എന്ന് നമ്മുടെ ബൈബിളിൽ അത്ര ആക്യുറേറ്റ് ആയിട്ടല്ല ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലം ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ എന്ന ഞാനത് കുറച്ചുകൂടെ അത് പറയുന്നുണ്ട്. ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത, ഗലാത്യർ 5:22-23 ആത്മാവിന്റെ ഫലം. അവിടെ വിശ്വാസം, പിസ്റ്റിസ് എന്നുള്ള ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ പിസ്റ്റിസ് എന്നുള്ള വാക്ക് അതാണ് വിശ്വാസത്തിനുള്ള ഗ്രീക്ക് പദം. അതിന് വിശ്വസ്തത എന്നുള്ള ഒരു നാനാർത്ഥം കൂടെ ഉണ്ട്. നമ്മുടെ നാനാർത്ഥം എന്നൊക്കെ നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നാനാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന് 2 അർത്ഥമുള്ളത്. അപ്പം വിശ്വാസം എന്നുള്ള അർത്ഥമാണ് അതിന് മെയിനായിട്ട്. അവിടെ KJV-ലൊക്കെ 244 തവണ പുതിയ നിയമത്തില് ഈ പിസ്റ്റിസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. 239 തവണയും വിശ്വാസം എന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. KJV-ല് ഇവിടെ ഈ ഗലാത്യർ 5:23 23 22 22 NASB എടുത്തേക്കുന്നത്. 22 KJV-ലും തമിഴ് ബൈബിളിലും ഒക്കെ വിശ്വാസം, ഫെയ്ത്ത് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. NASB-ലും മലയാളം ബൈബിളിലും ഒക്കെ വിശ്വസ്തത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും വിശ്വാസം എന്നാണ് അവിടെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. വിശ്വസ്തതയും പരിശുദ്ധാത്മാവിന്റെ ഫലം തന്നെയാണ് വിശ്വാസം. അപ്പം യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ വിശ്വാസം പരിശുദ്ധാത്മാവിനാല എന്റെ ഹൃദയത്തിൽ വരുന്നത്. വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു എന്നൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നുണ്ട്? റോമർ 10:17 നമുക്ക് ആ വാക്യങ്ങൾ അറിയാം. അതായത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് യേശുവിനെ കേൾക്കാൻ പറ്റുന്നത്. ഇൻ ട്യൂൺ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നമ്മളെ കർത്താവെ എനിക്ക് അവിടുത്തെ മാനം വേണ്ട, കർത്താവെ എനിക്ക് മനുഷ്യന്റെ മാനം, ഈ ലോകത്തിന്റെ മാനം വേണ്ട, ഈ ലോകത്തിന്റെ പാരമ്പര്യങ്ങളോ അവരുടെ ചിന്താരീതികളോ അവരുടെ കാര്യങ്ങളോ, അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം മറിച്ച് കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ ഒരു ശിശുസ്നാനത്തിന്, അദ്ദേഹത്തിന് കൊച്ചുമോന്റെ ശിശുസ്നാനത്തിന് വിളിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോട് തോന്നുന്നത്, സാറേ അത് എനിക്ക് വരാന് OP-യുടെ തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ള സമയം, അത് പിന്നെ ഞാനതിന് യോജിക്കുന്ന കാര്യമില്ല, അതൊരു വളരെ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്നുള്ളൊരു കാര്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഗുഡ് ഫൗണ്ടേഷൻ, അതായത് ഈ ശിശുസ്നാനത്തിനൊക്കെ എതിരെ പറയുന്ന ഗുഡ് ഫൗണ്ടേഷന്റെ ഒരു കോപ്പിയും പിന്നെ നമ്മുടെ കുറച്ച് ബുക്ക്ലെറ്റ്സും കാര്യങ്ങളും എല്ലാം കൊണ്ട് ജസ്റ്റ് ചെന്ന് കേട്ടൊന്ന് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുത്തിട്ടിഞ്ഞ് ഓഫ്കോഴ്സ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയും. ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് വന്ന് ആ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നേ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് മനുഷ്യമാനം തേടുന്ന കാര്യം നമ്മൾ ബാക്കി അവരെന്ത് വിചാരിക്കും, അവരോട് നമ്മളുടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് നമ്മളെന്തോ വലിയ തീവ്രവാദികളാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ യേശു മാത്രമേ വഴിയുള്ളൂ എന്ന് നമ്മളങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമ്മളാരെയും എന്തോ ചേർന്ന രീതിയിൽ അത് പറയണമെന്നല്ല, മറിച്ച് നമ്മളത് ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഇതാ ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളൊരു കാര്യം, അതൊരു അൺപോപ്പുലർ ട്രൂത്ത് ആണ്. അതൊരു ട്രൂത്ത് ആണ്, അതൊരു സത്യമാണ്. അത് അൺപോപ്പുലർ ആണ്. അത് പറഞ്ഞ
ആൾക്കാർ നീ വലിയ ക്രിസ്തീയ തീവ്രവാദിയാണ്, നിനക്ക് മാത്രമേ രക്ഷയുള്ളൂ, നീ മാത്രമേ ഇങ്ങ് സ്വർഗത്തിൽ പോകത്തുള്ളൂ, ഞങ്ങളെല്ലാം പാപിയുള്ളൂ, നീ മാത്രം വിശുദ്ധ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ കളിയാക്കുമായിരിക്കും. പക്ഷെ കളിയാക്കാൻ സാരമൊന്നുമില്ല. അപ്പോഴാണ് നമുക്കൊരു ആത്മീയ നട്ടലുണ്ടാവുന്നത്, സ്പിരിച്വൽ സ്പൈൻ ഉണ്ടാവുന്നത്. ഓരോ കാര്യത്തിലൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യന്റെ നട്ടല്, നമ്മുടെ ഈ സ്പൈൻ മസിൽസ് ഒക്കെ നല്ല എക്സസൈസ് ചെയ്യുമ്പോഴാണ് നട്ടല് നിവർന്നു പോകുന്നത്. അത് ചിലപ്പോൾ ഈ വയസ്സ് ചെല്ലുമ്പോൾ ചിലരങ്ങ് കൂനി പോകുന്ന എന്താ, അവര് ആ മസിൽസ് ഒന്നും ഉപയോഗിക്കാതെ കുനിഞ്ഞു കുനിഞ്ഞങ്ങ് നടന്നു തുടങ്ങി പിന്നെ അങ്ങ് കൂനിപ്പോവും. ആ ബാക്ക് മസിൽസ് അതുപോലെ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് അതുപോലെ അങ്ങനെ പോയാലേ ആ മസിൽസ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാലേ നമുക്ക് സ്പിരിച്വൽ നമ്മൾ നട്ടലോടുകൂടി നേരെ നിവർന്ന് നമ്മൾ നടക്കുന്നത്. മറ്റേതാണെങ്കിൽ അങ്ങ് കൂനിപ്പോവും എന്ന് പറയുന്നത് പോലെ ഓരോ കാര്യത്തിൽ അങ്ങനെ യുനോ ആൾക്കാർ എന്ത് വിചാരിക്കട്ടെ, അവര് നമ്മളെ കളിയാക്കട്ടെ, പുച്ഛിക്കട്ടെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്ലാറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പം ചിലത് നമ്മൾ ഇത് നിങ്ങളങ്ങ് വെച്ചു ചിലപ്പം പറഞ്ഞേക്കാം. ചിലപ്പോൾ മിക്കവരും നൂറിൽ ഒരു 99.9% പേര് അങ്ങനെ പറയത്തില്ല എന്നുള്ളതാണ് എന്റെ അനുഭവം. പക്ഷെ എങ്കിലും വളരെ ചുരുക്കം ഒരു ശതമാനം ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പം പറഞ്ഞുകൂടുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിനിപ്പോ എന്താ, നമ്മള് ചെറിയ കർത്താവിന് വേണ്ടി ചെറിയൊരു നിന്ന സഹിക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെ തലത്തിൽ നിങ്ങളത് അപ്ലൈ ചെയ്താട്ടെ, നിങ്ങളുടെ സ്കൂളില്, നിങ്ങളുടെ കോളേജിൽ, എല്ലായിടത്തും കർത്താവിന്റെ സാക്ഷികളായിട്ട്, കർത്താവ് മനുഷ്യമാനം തേടാതെ ബാക്കിയുള്ളവർ എന്ത് പറയും, ഈവൻ നമ്മുടെ സഭയിൽ പോലും ബാക്കിയുള്ളവർ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു എന്നുള്ളതിലുള്ള ഒരു സന്തോഷം, ആ ഒരു ജഡത്തിന്റെ സന്തോഷത്തെ അവിടുന്ന് എന്നെ കുറിച്ച് എന്താ പറയുന്നത്, ഐ വോണ്ട് ടു ബി ദ മോസ്റ്റ് ഹോളി പ്ലേസ് വെയർ യു എലോൺ ആദേ. അതിവിശുദ്ധ സ്ഥലത്ത് നമ്മളെ പറഞ്ഞില്ല, എന്റെ ഇഷ്ടമല്ല എന്റെ ഈ ലോകത്തിന്റെ മാനം ഞാൻ തേടാതെ അവിടുത്തെ മാനം തേടുന്ന പറഞ്ഞാൽ തിരശ്ശീല ചീന്തപ്പെടുമ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വന്ന് നിറയുമ്പോൾ യഥാർത്ഥത്തില് നമ്മള് സ്വർഗീയ സിംഹാസനത്തില് നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ ഇക്വലന്റ് എന്താന്ന് ചോദിച്ചാൽ നമ്മള് പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ ആത്മാവ് നമ്മളിൽ ഒന്ന് നിറയുമ്പോൾ നമ്മൾ സ്വർഗീയ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നവരായിട്ട്, സ്വർഗീയ സിംഹാസനത്തിലെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായിരിക്കും. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യത്തില് നമുക്ക് വളരെ ഈസിയാ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പം യേശു കർത്താവ് നമ്മളുടെ കൂടെ ഫിസിക്കലായിട്ട്, കർത്താവ് പുനരുദ്ധാന ശരീരത്തോടു കൂടി നമ്മുടെ കൂടെ എല്ലാ ദിവസവും, കർത്താവിന്റെ കൂടെ നമ്മൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, ബാക്കി കടയിൽ പോകുന്നു, ബന്ധുക്കളുടെ ഇടയിലൊക്കെ യേശു കർത്താവ് നമ്മുടെ കൂടെ ഒരു പുനരുദ്ധാന ശരീരമായിട്ട് കാണുന്നവർക്ക് കർത്താവിനെയും കാണാം, നമ്മളെയും കാണാം. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് എന്തൊരു ധൈര്യമായിരിക്കും. നമ്മൾ വളരെ കൂളായിട്ട് ആൾക്കാർ എന്ത് പറഞ്ഞാലും എന്താ കർത്താവിന്റെ കൂടെ ഉണ്ട്. പിന്നെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആ അനുഭവം ഉണ്ടാവുന്നത്. നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും കർത്താവ് എന്റെ ഇഷ്ടം പോലെ വേണ്ട, ഞാൻ എന്നെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട് ഒരു സീറോ ആയിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മൾ നിറയുമ്പോൾ കർത്താവിന്റെ വചനം കർത്താവ് നമ്മളോട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന ആ സാഹചര്യത്തിൽ, വാട്ട് ഈസ് ദ ലോർഡ് ട്രൈങ് ടു ടെൽ മീ ഇൻ ദ സിറ്റുവേഷൻ. യേശുവിൽ നിന്ന് ഞാൻ കേൾക്കാൻ തുടങ്ങി. യേശുവിൽ നിന്ന് കേൾക്കുമ്പോൾ എന്ത് വരും? വിശ്വാസം വരുമെന്ന റോമർ 10:17 വാക്യത്തിൽ പറയുന്നത്. എവിടാ പറയുന്നത്? റോമർ 10:17 ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. റോമൻസ് 10:17 അറിയത്തില്ലേ വാക്യം? നമ്മൾ കുറച്ച് നാൾ മുമ്പ് അത് എടുത്തിട്ടുള്ള വാക്യമാണ്, പിന്നെ അതിലേക്ക് പോകുന്നില്ല. അപ്പം റോമൻസ് 10:17, അതായത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പം യേശുവിന്റെ ശബ്ദം കേൾക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ഫലം തന്നെയാണ് വിശ്വാസം. അത് ആ യേശുവിന്റെ ശബ്ദത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ പകർച്ച നമ്മളിലേക്ക് ഉണ്ടാകുന്നതെന്ന് എവിടെ പറയുന്നേ? വെളിപാട് പുസ്തകത്തിൽ ആ വാക്യം നമുക്ക് പരിചയമുണ്ടോ? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വാക്യമാണ്. വെളിപാട് 1:15 ഒരു ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. വെളിപാട് 1:10 യോഹന്നാൻ അപ്പോസ്തലൻ, ഞാൻ തിരിച്ച് യോഹന്നാൻ 5 വരാവേ, തിരിച്ച് യോഹന്നാൻ 5 വന്ന് കൺക്ലൂഡ് ചെയ്യാം. അതിനു മുമ്പ് വെളിപാട് 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പം അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ നാടുകടത്തപ്പെട്ടു. യോഹന്നാൻ അത് തിരിഞ്ഞു നോക്കി ആത്മാവിലായപ്പോൾ, ആത്മവിവശനായപ്പോൾ എന്നൊക്കെയുള്ള കുറച്ച് തെറ്റായ പരിഭാഷ എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ആത്മവിവശം എന്നുള്ള അർത്ഥം ആത്മാവിന് അധീനനായപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതോ വിവശതയായിട്ട്, എന്തോ അവശനായിട്ടോ എന്നുള്ള ആ അർത്ഥത്തിലല്ല, മറിച്ച് ആത്മാവിന് അധീനനായപ്പോൾ, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് എൻ ന്യൂമ, പരിശുദ്ധാത്മാവിലായപ്പോ യേശുവിന്റെ ശബ്ദം കേട്ടു. ഐ ഹേർഡ് ദ ലോർഡ്സ് വോയിസ് ലൈക്ക് എ ട്രംപറ്റ് എന്നാണ് 10-ാമത്തെ വാക്യത്തിൽ. മലയാളത്തിലെ 10 ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, അല്ലെങ്കിൽ ആത്മാവിലായി. അപ്പോഴാണ് കർത്താവിന്റെ ശബ്ദം കേട്ടതായിട്ട്. മലയാളത്തിൽ അത് 11-ാമത്തെ വാക്യത്തിലും കൂടെ ചേർന്നാ വരുന്നത്. ഇംഗ്ലീഷിൽ അത് 10-ാമത്തെ വാക്യത്തിൽ, ഐ ഹേർഡ് ബിഹൈൻഡ് മൈ ലൗഡ് വോയിസ്. ആത്മാവിലാകുമ്പോഴാണ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്. കർത്താവ് എന്റെ ഇഷ്ടം പോലെ, ഞാൻ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുക. അതായത് മനുഷ്യമാനം തേടാതിരിക്കുമ്പം ദൈവത്തിന്റെ മാനം മാത്രം തേടുമ്പോൾ എങ്ങനെ നമുക്ക് വിശ്വാസം വരുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യമാനം തേടാതെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നമ്മൾ തേടുമ്പോൾ, അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടുകയും പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറയുമ്പോൾ നമ്മൾ ആത്മാവിനായി തീരുന്നു. ആത്മാവിനാവുമ്പോൾ യേശുവിന്റെ ശബ്ദം
എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. യേശുവിന്റെ ശബ്ദത്തിലൂടെ എന്താ എനിക്ക് കിട്ടുന്നത്? അത് 15-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളാട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും. കർത്താവിന്റെ ശബ്ദം എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ കർത്താവിന്റെ ശബ്ദം എന്ന് പറഞ്ഞാല്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ സൂചിപ്പിക്കുന്ന, ജീവജല നദികളുടെ വലിയ ഒഴുക്കിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച നമുക്ക് ഉണ്ടാവുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതേ വെളിപ്പാട് 14:2 കാന്തയുടെ ശബ്ദവും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ പോലെ ആണ് കർത്താവിന്റെ കാന്തയും. അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട്, സ്ത്രീകളുടെ ഫ്രണ്ട്സ് മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് സ്ത്രീകളെ കണ്ടപ്പോൾ പറഞ്ഞു, ഓ നീ ഇപ്പൊ സന്ദീപേട്ടനെ പോലെ 2 വാക്ക് പറയുമ്പോൾ വേഴ്സ് ഒക്കെ കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ സന്ദീപേട്ടനെ കൂടെ നടന്നു നീ ഇപ്പം വേഴ്സ് കോട്ട് ചെയ്യുന്ന തുടങ്ങിയത് ഇങ്ങനെ ഫ്രണ്ട്സ് കളിയാക്കി എന്താ ഇങ്ങനെ തമാശയൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞതുപോലെ വെച്ചാല്, നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ കർത്താവിനെ പോലെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നു പറഞ്ഞതുപോലെ, കർത്താവിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ കാന്തയുടെ ശബ്ദവും നമ്മൾ കർത്താവിന്റെ കൂടെ അതുപോലെ അനുദിനം ചേർന്ന് നടന്നിടുന്നു എന്നൊക്കെ നമ്മൾ പാട്ടിൽ പാടി അനുദിനം ചേർന്ന് നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശബ്ദത്തിലും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിലൂടെയും പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം, ഒരു തിരുത്തൽ, ഒരു എൻകറേജ്മെന്റ്, ഒരു ഉത്സാഹം, അവർക്കൊരു ജീവൻ കൊടുക്കുന്ന വാക്കുകൾ, കേൾക്കുന്നവർക്ക് കൃപ നൽകുന്ന വാക്കുകൾ സംസാരിക്കാനൊക്കെ, കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, കൃപ നൽകുന്ന വാക്കുകൾ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ എഫേസ്യർ 4:29 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യമാനം തേടാതെ കർത്താവിന്റെ മാനം തേടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് അധികമായിട്ട് അനുഭവിക്കാനൊക്കെയും, പരിശുദ്ധാത്മാവിന്റെ നിറവില് കർത്താവിന്റെ ശബ്ദം കേൾക്കാനും കർത്താവിന്റെ ആ ശബ്ദത്തിലൂടെ വചനത്തിലൂടെ വിശ്വസിക്കാനും, അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലമാകുന്ന വിശ്വാസം, അങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തിലും വിശ്വസിക്കാൻ സാധിക്കും. നമ്മള് ഒരു കാര്യത്തിലും ഇപ്പം പലപ്പോഴും മനുഷ്യമാനം തേടുമ്പോഴാണ്, അതായത് അവരെന്ത് പറയും ഇവരെന്ത് പറയും, ഈ സ്റ്റേജ് ഫിയർ, അത് ചിലർക്കാണെങ്കിൽ വിക്കലുണ്ടാവുന്നു, ഇങ്ങനെ പറയുന്ന നേരത്ത് പെട്ടെന്ന് വാക്കുകളൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മള് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് പറയും, എന്തെങ്കിലും എനിക്ക് തെറ്റിപ്പോവോ, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്, എനിക്ക് തെറ്റ് പറ്റുമോ എന്നൊക്കെയുള്ളതായി പലപ്പോഴും ഒരു പേര്. അതൊക്കെ ഒരു ജഡത്തിന്റെ ഒരു ബന്ധനമാണ്. മറിച്ച് അതായത് തെറ്റുപറ്റിയാലുണ്ട്. ഞാൻ കർത്താവിന് മുമ്പാകെ ജീവിക്കുന്നത്. ഞാൻ MHP-യിലാണ് ജീവിക്കുന്നത്. MHP എന്ന് പറയുന്നത് എന്താ? മോസ്റ്റ് ഹോളി പ്ലേസ്. MHP-ക്ക് രണ്ട് അബ്രിവിയേഷൻ, 2 ഫുൾ ഫോം ആയിട്ട് ഞാൻ പറയാറുണ്ട്. ഒന്ന് മണി ഓൺ എ പ്ലഷേഴ്സ്, അതാണ് ലോകത്തിന്റെ MHP. മണി ഓൺ എ പ്ലഷേഴ്സ്, കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ തോമസ് പേർ പറഞ്ഞാണെങ്കിൽ ഈ വാക്യം പറയാൻ തന്നെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഈ വാക്യം ഇപ്പം വന്നു. അപ്പൊ മണി ഓൺ എ പ്ലഷേഴ്സ്, അതായത് പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ, അതാണ് ലോകത്തിന്റെ MHP. എന്നാൽ അത് വിട്ട് അതാണ് നമ്മുടെ ജഡത്തിലുള്ള MHP. അത് ഞാനങ്ങ് സറണ്ടർ ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ നിറവില് നമ്മൾ അടുത്ത MHP-യിലോട്ട് കയറണം. ആ ലോകത്തിന്റെ MHP എന്ന് മാറി, മണി ഓൺ എ പ്ലഷേഴ്സ് മാറി മോസ്റ്റ് ഹോളി പ്ലേസ്. MHP-യുടെ വേറെ ഫുൾ ഫോം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്നുള്ള വേറൊരു നിങ്ങളുടെ സൈക്കാട്രിസ്റ്റ് ഫുൾ ഫോം ഉണ്ട്. അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. മോസ്റ്റ് ഹോളി പ്ലേസിലോട്ട്. മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു അനുഭവം, ലിവിങ് ബിഫോർ ദ ഫേസ് ഓഫ് ദ ലോർഡ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും നമ്മളെ കുറിച്ച് വലുതായിട്ട് പറഞ്ഞാലോ, എന്തെങ്കിലും ചിലപ്പോൾ നമ്മളിന്ന് കളിയാക്കിയോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിന്ന് കുത്തുന്നോണൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും നമ്മളത് അഫക്ട് ചെയ്യാത്ത രീതിയിൽ, ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ആ സമയത്തൊക്കെ അഫക്ട് ചെയ്യുമ്പോൾ അയ്യോ കർത്താവ്, ഞാൻ അറിയാതെ മനുഷ്യമാനം തേടുന്നതുകൊണ്ടാണല്ലോ എന്നെ ഇത് അഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അവിടെ മാനസാന്തരപ്പെടുകയും നല്ലതിനെ താഴ്ത്തുകയും, അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ അധികമായിട്ട് നിറച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ജഡത്തിന്റെ ശക്തി കുറച്ചായിട്ട് അങ്ങ് പറയാൻ തുടങ്ങും. കനാന്യ ദേശം നമ്മൾ കുറെ കീഴടക്കുന്നെന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഈ ജഡത്തിന്റെ ശക്തി, ആ ജഡത്തിലെ മല്ലന്മാരെയൊക്കെ ഓരോരുത്തരായിട്ട് കീഴടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യമാനം തേടുന്നത് നമുക്ക് ഒത്തിരി വലിയൊരു വിടുതലായിരിക്കും. ഫിയർ ഓഫ് മാൻ ബ്രിങ്സ് എ സ്നെയർ. മനുഷ്യ, അത് എപ്പോഴും നമ്മൾ പറയുന്ന വാക്യ, എവിടെ കൊട്ടേഷൻ റെഫറൻസ് പെട്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ എപ്പോഴും ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാ സദൃശ്യവാക്യം, പ്രൊവേർബ്സ് 29. കഴിഞ്ഞ നമ്മുടെ യൂത്ത് ക്യാമ്പിൽ വരെയും പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് റെഫറൻസ് അറിഞ്ഞില്ല, നിങ്ങൾക്ക് അതിന്റെ വേഴ്സ് അറിയുന്നതാണ് എന്റെ വിശ്വാസം. സദൃശ്യവാക്യം 29:25. എങ്ങനെ ഓർത്ത് വെക്കുന്നത്? 29 എങ്ങനെ ഓർത്തിരിക്കാനൊക്കെ? നമുക്ക് 29 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്താൽ മതി. 29-25 പിന്നെ ഓർക്കാൻ എളുപ്പമാണല്ലോ, 4 നൂറ്റാണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ. 29-25 ഫെബ്രുവരി ലീപ്പ് ഇയറിൽ 29 ദിവസം അന്ന് ഓർത്തിരുന്നു. അപ്പൊ സദൃശ്യവാക്യം 29:25. മനുഷ്യഭയം ഒരു കെണിയാകുന്നു. ആ മനുഷ്യഭയം അത് നമ്മുടെ ഈ ജഡമാകുന്ന തിരശ്ശീല, അല്ലെങ്കിൽ അതൊരു കെണി, ഒരു സ്നെയർ,
ഒരു ഒരു പക്ഷി ഉയരത്തിൽ പറക്കേണ്ട ഒരു കഴുകൻ ഒരു കെണിയിൽ അകപ്പെട്ടാൽ എന്തു പറ്റും? അത് കുടുങ്ങി കിടക്കുക. പക്ഷേ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ആ രക്ഷ പ്രാപിക്കും എന്നുള്ള ആ എബ്രായ പദമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ എബ്രായ പദം? സഖാബ്. സഖാവല്ല, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാവല്ല, സഖാബ്. ഓർക്കുന്നുണ്ടോ? സഖാബ് എന്ന് പറഞ്ഞാല് ടു ബി ഹൈ, ടു ബി ഇനാക്സസിബിളി ഹൈ, ടു ബി ടു ഹൈ ഫോർ ക്യാപ്ചർ. അതായത് പാകിസ്ഥാന്റെ എന്താ മിസൈലുകളൊക്കെ വരുമ്പോഴും നമുക്ക് ഡ്രോൺ ഉണ്ടെന്ന് ഏതാണ്ടൊക്കെ നമ്മുടെ പത്രത്തിൽ ഏതാണ്ടൊക്കെ വായിച്ചത്. ഇത് ടു ഇനാക്സസിബിൾ ഫോർ ക്യാപ്ചർ. ഏതെങ്കിലും ശത്രുവിന് എന്തെങ്കിലും വന്നാൽ അതിലും മേലെയുള്ള, അതുക്കും മേലെ എന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ അതുക്കും മേലെയുള്ള ചില കാര്യം നമ്മൾ അങ്ങ് എന്താ പറയുക, ലോകത്തിന്റെ ആൾക്കാര് അവരുടെ കുറ്റാരോപണങ്ങളും അവരുടെ സംസാരവും അവരുടെ അവരുടെ കോൺസ്പിറസീസ്, അവരുടെ ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാതെ ഇവിടെ മനുഷ്യരുടെ സങ്കീർത്തനം 30-ാം സങ്കീർത്തനം, ഒരു 30-ാം സങ്കീർത്തനം എന്ന് ഓർക്കാം. ഇത് ഒരു മാസം എത്ര ദിവസമുണ്ട്? 30 ദിവസം. മിക്ക അതെ 30-ാം സങ്കീർത്തനം എന്ന് എന്റെ ഓർമ്മ. ഞാൻ തന്നെ എടുത്ത് നോക്കട്ടെ, 30 തന്നെയാണോ? 30-ആണ്. അതെ 31-ാം സങ്കീർത്തനമാണ്. സോറി. ഇപ്പം ഒരു മാസത്തില് പല മാസങ്ങളിൽ 31 ഉണ്ടെന്ന് ഓർത്താൽ മതി. 30, 31 ഞാൻ ഇങ്ങനെയൊക്കെ ആട്ടോ ഭജന ഓർക്കുന്നത്. പല പല ഞുണുക്ക് വിദ്യകളൊക്കെ ഉപയോഗിച്ച് 31-ാം സങ്കീർത്തനം. പിന്നെ അതിനകത്ത് അടയാളപ്പെടുത്തിയില്ല. അപ്പം പിന്നെ ആ പേജ് മറിക്കുമ്പോഴത്തേക്ക് അടയാളപ്പെടുത്തുന്നത് നമുക്ക് പെട്ടെന്ന് അതിന്റെ ലൊക്കേഷൻ ഓർമ്മയിലിരിക്കും. ജോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ പൊസിഷൻ ഓർക്കുന്നതിനെ പറയുന്നത്. ഇവിടെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വലിയ ഹൈ ഇന്റലിജൻസ് സ്റ്റുഡൻസ് ഒക്കെ ഇരിപ്പുണ്ട്. ഓക്കെ. അപ്പം സങ്കീർത്തനം 31-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 20-ാമത്തെ വാക്യം, അത് അതിന്റെ 19, 20 കൂടെ വായിച്ച ഇങ്ങനെ: നിന്റെ ഭക്തന്മാർക്ക്, കർത്താവിന്റെ ഭക്തന്മാരായിട്ടുള്ള അതായത് എനിക്ക് വേണ്ടി, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത്, കർത്താവ് അങ്ങ് സ്റ്റോറപ്പ് ചെയ്ത് വെച്ചേക്കോ, സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ, മറ്റുള്ളവരെ കാണുകെ ദൈവം നമ്മളെ മാനിക്കുന്ന നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച്. മനുഷ്യരുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 31-ാം സങ്കീർത്തനത്തിന് 20-ാമത്തെ വാക്യം. മനുഷ്യരുടെ കൂട്ടുകെട്ട് വെച്ചാൽ ഈ ഭൂമിയുടെ തലത്തിൽ, എർത്തിലി തലത്തിൽ ഇങ്ങനെ മനുഷ്യരുടെ കൂട്ടുകെട്ട്. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നേ, ഫ്രം ദ കോൺസ്പിറസീസ് ഓഫ് മെൻ, അതായത് മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. അതായത് മനുഷ്യരുടെ കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ അത് ഈ പ്രാകാരത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ഒക്കെ തലത്തിൽ നടക്കുന്ന കാര്യമാണ്. അതിവിശുദ്ധ സ്ഥലത്ത്, നിന്റെ കൂടാരത്തില്, കർത്താവിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മളെ മറയ്ക്കുന്ന, അതാണ് നമ്മൾ വായിക്കുന്നത്. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന്, അത് സ്ട്രൈഫ് ഓഫ് ടങ്സ്, അവര് ചിലത് നമ്മളെ കളിയാക്കുന്നു, ചിലത് നമ്മളെ പൊഴുതി പറയുന്നു, എന്തോ ആയിക്കോട്ടെ. നമുക്കൊരു നമ്മൾ സാങ്ക്ടുവറി ടിപ്പിക്കലായിട്ട് എക്സാമ്പിൾ കേൾക്കാറുണ്ട്. അതായത് ഒരു ഡെഡ് ബോഡി ഇവിടെ കിടക്കുക. അപ്പൊ ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ വലിയ പുകഴ്ത്തി, നീയാണ് ഏറ്റവും വലിയ ദൈവ മനുഷ്യനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഡെഡ് ബോഡിക്ക് റിയാക്ഷൻ ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞ കുറെ ആൾക്കാർ വന്ന് കുറെ ചീത്ത വിളിക്കുന്നു, കുറെ വഴക്ക് പറയുന്നു. ഡെഡ് ബോഡി പെട്ടെന്ന് എഴുതിയിട്ട് നീ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് പ്രതികരിക്കത്തില്ല. കാരണം ഡെഡായിട്ടില്ലെന്ന് അർത്ഥം. പിന്നെ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജഡത്തില് നമ്മളെ മരിക്കുന്നതിനനുസരിച്ച്, ശരിയാണ്, നമ്മുടെ ആളുടെ ജഡം പൂർണ്ണമായിട്ടും മരണത്തിന് അധീനമായിട്ടില്ല. അത് ഓരോ ദിവസവും ജഡത്തെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ അത് വർദ്ധമാനായ അളവിൽ ക്രൂശിക്കപ്പെടുമ്പോൾ നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യമായിരിക്കും. അതായത് ഈ കഴുകൻ ഈ കെണിക്കകത്ത് കിടക്കുമായിരുന്നു. മനുഷ്യഭയ ഒരു കെണിയാകുന്നു. ഫിയർ ഓഫ് മാൻ ബ്രിങ്സ് എ സ്നേഹ. യു ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിൽ ബി എക്സോൾട്ടഡ്, വിൽ ബി സെറ്റ് ഓൺ ഹൈ. സഖാവ് എന്ന് പറഞ്ഞാൽ ഈ നമ്മള് കർത്താവിനായിട്ട് നമ്മളുടെ ഇഷ്ടത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള ദൈവവചനമാകുന്ന വാള് വന്ന് നമ്മുടെ ഈ കെണിയൊക്കെ അങ്ങ് ഛിന്ന ഭിന്നമാക്കി നമ്മളങ്ങ് പക്ഷി, ആ കഴുകനെ പോലെ അങ്ങ് ഉയർന്നങ്ങ് പറക്കുക. അതാ ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇവിടെ വാക്കുകളുടെ വക്കാണത്തിൽ നിന്നൊക്കെ വിടുവിച്ച്, നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. ആ കർത്താവിന്റെ സാന്നിധ്യമാകുന്ന കൂടാരത്തിനകത്ത് നമ്മളെ ഒളിപ്പിക്കുന്ന ആ ഒരു കർത്താവിന്റെ ഒരു സ്നേഹം. അങ്ങനെ ആ കർത്താവിന്റെ ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത്, ബിയോണ്ട് ദ വെയിൽ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന കർത്താവ് എന്താ ഓരോ സാഹചര്യത്തിലും ഈശ്വരത്താവിനെ കുറിച്ച് എന്താ പറയുന്നത്? അങ്ങനെ കർത്താവിന്റെ മാനം മാത്രം അന്വേഷിക്കുന്ന ഒരു ജീവിതം. ഞാൻ തിരിച്ച് യോഹന്നാൻ 5:44 വന്ന് അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. യോഹന്നാൻ 5:44 രണ്ട് വിധത്തിൽ ആക്ച്വലി ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മളുടെ സത്യവേദ പുസ്തകത്തിലായാലും NSBയിലായാലും ഏകസത്യ ദൈവത്തിന്റെ ബഹുമാനം അന്വേഷിക്കാതെ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ശരിക്കും
ശരിക്കും പറഞ്ഞാല് ആ മോണോസ് എന്ന് ഏക സത്യം, മോണോതെറാപ്പി അല്ലെങ്കിൽ മോണോലോഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മോണോസാക്രൈഡ്. മോണോ എന്ന് പറഞ്ഞാല് നമ്മുടെ പല്ലിന്റെ മോണയല്ല, ഏകം എന്നുള്ളതിനെ കുറിക്കുന്ന ഒരു വാക്കാണ് മോണോസ്. മോണോപ്പൊളിയും നമ്മൾ പല പല വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലോ. ആ മോണോസ് എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇങ്ങനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാം, തമ്മിൽ തമ്മിൽ ബഹുമാനം വാക്കിക്കൊണ്ട് ഏകദൈവത്തിന്റെ മാറ്റിയിട്ട് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം മാത്രം. ആ മോണോസ് എന്നുള്ള വാക്കിന് ഏകമെന്നും മാത്രമെന്നും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പം ദൈവം ഏകസത്യ ദൈവമാണ് നമുക്ക്, അല്ലെങ്കിൽ തന്നെ എത്രയോ വചനങ്ങളുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് ഏകനല്ലോ എന്നൊക്കെ കർത്താവ് ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിക്കുമ്പോൾ മർക്കൂസ് 12:29 ദൈവം ഏകനാണ്. അത് ഡിട്രോണമി, ആവർത്തന പുസ്തകം 6:4 എന്നൊക്കെ കർത്താവ് കോട്ട് ചെയ്യുന്ന കാര്യമൊക്കെ നമുക്കറിയാം. കർത്താവ് ഏകസത്യ ദൈവമായി നിന്നെയും ഇതേ യോഹന്നാൻ 17:3 പറയുന്നുണ്ട്. ഏകസത്യമായ ദൈവമായി നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്നൊക്കെ യോഹന്നാൻ 17:3 പറയുന്നതും പല വചനങ്ങളിൽ നിന്നും ദൈവം ഏകസത്യ ദൈവം നമുക്ക് അറിയാം. പക്ഷെ ഈ വചനത്തിൽ കുറച്ചുകൂടി ഒരു ആഴത്തുള്ള ഒരു മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം മാത്രം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? How can you believe when you receive glory from one another and you do not seek only the glory that is from God? ഇംഗ്ലീഷ് NSB ഇങ്ങനെ എഴുതുന്നത്, that you do not seek the glory that is from the one and only God എന്ന ആ ഗോഡിന്റെ മുമ്പേ ആ ഒരു അത് വിശേഷണമായിട്ട് മോണോസ് എന്നുള്ളത് ഇങ്ങനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദൈവത്തിന്റെ മാനം മാത്രം, അതായത് ദൈവത്തിന്റെ ഗ്ലോറി മാത്രം അന്വേഷിക്കുന്നു. ദൈവത്തിന്റെ ഗ്ലോറി മാത്രം, കർത്താവിന്റെ ഗ്ലോറി മാത്രമാണ്, കർത്താവിന്റെ മാനം മാത്രമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത് 3 രീതിയിൽ കർത്താവിന്റെ മാനം അന്വേഷിക്കുന്ന, അതും കൂടെ പറഞ്ഞാൽ നിർത്തട്ടെ. 3 രീതിയിൽ കർത്താവിന്റെ മാനം അന്വേഷിക്കുന്ന, കർത്താവിന്റെ മഹത്വം അന്വേഷിക്കുന്നു. ഡോക്സ എന്ന് പറഞ്ഞൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലോറി എന്നുള്ള പദത്തിന് ഡോക്സ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ മാനം അന്വേഷിക്കുന്നു എന്ന് പറയുമ്പം, ദൈവത്തിന്റെ മാനം മാത്രം ഞാൻ അന്വേഷിക്കുന്നു പറയുമ്പോൾ അത് 3 അർത്ഥത്തിൽ, 3 ആംഗിൾസിൽ നമുക്ക് ദൈവജന പ്രകാരം അതിന്റെ മീനിങ് എടുക്കാനായിട്ട്. ഒന്നെന്ന് പറഞ്ഞാൽ 1 Corinthians 10:31 എന്താ പറയുന്നത്? 1 Corinthians 10:31 എന്താ പറയുന്നത്? വാട്ട് എവർ യു ഡു, whether you eat or drink, do it for the glory of God. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ ദൈവനാമ മഹത്വത്തിനായിട്ട്. അതായത് കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. എന്റെ നാമമല്ല, കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. ഞാൻ എന്ത് ചെയ്താലും, ഞാനിപ്പോ പഠിച്ചാലും, ഞാനിനിയിപ്പം ഫുട്ബോൾ കളിക്കാൻ പോയാലും, ഞാനിനിയിപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോയാലും, ഞാനിനിയിപ്പം യാത്ര ചെയ്താലും, ഞാൻ കുക്ക് ചെയ്താലും, കുഞ്ഞുങ്ങളെ വളർത്തിയാലും, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചാലും, ഞാനിനിയിപ്പോ ഒരു എക്സ്കർഷന് പോകുന്നിരിക്കട്ടെ, എല്ലാത്തിലും കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. എന്ത് ചെയ്താലും എല്ലാത്തിലൂടെ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടണം. അതാ കർത്താവിന്റെ മാനം മാത്രം അന്വേഷിക്കുന്നതിന്റെ ഒരു മീനിങ് അതാ. കർത്താവിന്റെ ഹിസ് നെയിം ഹാസ് ബി എക്സോൾട്ടഡ്, എല്ലാത്തിലും മീത് കർത്താവിന്റെ നാമം ആകണം എന്നുള്ളൊരു ആഗ്രഹം. അതായത് കർത്താവ് ഞാനേ അങ്ങ് കുറഞ്ഞില്ലാതാകണം, അവിടുത്തെ നാമം മാത്രം ഉയരണം, ഞാനോ കുറയണം, അവിടുന്ന് വളരണം എന്ന് ആരാ പറഞ്ഞത്? യോഹന്നാൻ സ്നാപകൻ എവിടെ പറഞ്ഞു? യോഹന്നാൻ 3:30 പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, എഴുതി വെക്കാം. യോഹന്നാൻ 3:30, ജോൺ 3:30 ഹി മസ്റ്റ് ഇൻക്രീസ്, ഐ മസ്റ്റ് ഡിക്രീസ് എന്ന് നമ്മള് ആ ക്രൂസിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്നു. അതിനകത്തൊക്കെ നമ്മൾ ആ വരികൾ പാടുന്നത്, ഞാനോ കുറയണമേ എന്ന് പറയുന്നത്, അവനോ പെരുകണമേ. അപ്പൊ കർത്താവിന്റെ നാമം, കർത്താവിന്റെ മാനം മാത്രം അന്വേഷിക്കുന്ന പറയുമ്പോൾ എല്ലാത്തിലും കർത്താവിന്റെ നാമമഹത്വം, മൈ മോട്ടീവ് ഇസ് ടു ഗ്ലോറിഫൈ ദ ലോർഡ്. പിന്നെ രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മാനം മാത്രം അന്വേഷിക്കുന്ന പറയുമ്പോൾ കർത്താവിന്റെ അപ്രൂവലേ ഞാൻ അന്വേഷിക്കുന്നുള്ളൂ. അതായത് ലോകക്കാർ അവര് എന്നെ കുറിച്ച് നല്ലത് പറയുന്നു, ഇവരെന്നെ കുറിച്ച് നല്ലത് പറയുന്നു എന്നുള്ളതല്ല. അയ്യോ ഇന്ന ബ്രദർ എന്നെ കുറിച്ച് പറയുന്നു, അല്ല ആ സഹോദരനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, മറ്റുള്ളവർ എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല. കുറച്ച് കർത്താവിനെ കുറിച്ച്, ഡസ് ഹി അപ്രൂവ് ഓഫ് മീ? കർത്താവ് എന്നെ, ആർ യു ഡിലൈറ്റഡ് ഇൻ മീ? കർത്താവിന്റെ അപ്രൂവൽ, കർത്താവിന്റെ അംഗീകാരം. ആ ഡോക്സ എന്നുള്ള പദത്തിന് ഓണർ, മാനം, അംഗീകാരം, അപ്രൂവൽ എന്നെല്ലാം, ഗ്ലോറി എന്നെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ്. തേജസ്, മഹത്വം എന്നെല്ലാം, അംഗീകാരം, ബഹുമാനം എന്നെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ് ഈ ഡോക്സ എന്നുള്ള പദം. അപ്പൊ കർത്താവിന്റെ അംഗീകാരമാണോ ഞാൻ ഓരോരുത്തരും കർത്താവ് ഈ കാര്യത്തിൽ കർത്താവ് ഡിലൈറ്റഡ് ആണോ? ആമൈ ബ്രിങ്ങിങ് ഡിലൈറ്റ് ടു ദ ഹാർട്ട് ഓഫ് ദ ലോർഡ്? കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ആമൈ ട്രൈങ് ടു നോ വാട്ട് ഇസ് പ്ലീസിങ് ടു ദ ലോർഡ് എന്ന് പറഞ്ഞൊരു വാക്യം എഫേസ്യർ 5:10 ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അത് എഴുതി വെക്കാം. എഫേസ്യർ 5:10 ട്രൈങ് ടു നോ ഇറ്റ് ഇസ് പ്ലീസിങ് ടു ദ ലോർഡ്, വാട്ട് ബ്രിങ്സ് ഡിലൈറ്റ് ടു ദ ഹാർട്ട് ഓഫ് ദ ലോർഡ്. കർത്താവിന് പ്രസാദകരമായത് എന്തെന്ന് തിരിച്ചറിയുക എന്ന എഫേസ്യർ 5:10 വാക്യത്തിൽ പറയുന്നത്. അപ്പൊ അത് കർത്താവിന്റെ അപ്രൂവൽ ആണോ ഞാൻ അന്വേഷിക്കുന്നത് എന്നുള്ളൊരു കാര്യം. പിന്നെ സീക്കിംഗ് ഗോഡ്സ് ഗ്ലോറി അലോൺ എന്ന് പറയുമ്പോൾ 2 തെസ്സലോനിയർ 2:14 സുവിശേഷ ഘോഷണത്താൽ ദൈവം നമ്മളെ എന്തിനാ വിളിച്ചെന്ന് പറയുന്നുണ്ട്.
2 Thessalonians 2:14 എന്താ പറയുന്നത്? കർത്താവ് നമ്മളെ സുവിശേഷ ഘോഷണത്തിൽ ഇതിനെ വിളിച്ചത് കർത്താവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ, കർത്താവിന്റെ തേജസ് പ്രാപിക്കുവാനല്ലോ. ആ തേജസ് എന്നുള്ള വാക്ക് കർത്താവിന്റെ സ്വഭാവത്തെ കുറിക്കുന്ന ഒരു വാക്കാണ്. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ തേജസ്, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നൊക്കെ അവിടെ ഗ്ലോറി സൺ അവിടെ യോഹന്നാൻ 1:14 നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവിന്റെ മഹത്വം പ്രാപിക്കുമല്ലോ ആ വാക്യം നമ്മുടെ ശിവസൗരങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള വാക്യമാണ്. 2 Thessalonians 2:14 വാക്യം എന്താ അവിടെ വായിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ തേജസ് പ്രാപിക്കുവാനല്ലോ അവൻ ഞങ്ങളുടെ, അവിടെയും ഡോക്സ എന്നുള്ള ഒരു പദം. അപ്പം കർത്താവിന്റെ മാനം, മഹത്വം മാത്രം, കർത്താവിന്റെ തേജസ് മാത്രം ഞാൻ അന്വേഷിക്കുന്നു. ഓൺലി ദ ലോർഡ്സ് ഗ്ലോറി എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ കർത്താവിന് നാമം മഹത്വപ്പെടണം എന്നുള്ളൊരു അർത്ഥമുണ്ട്. പിന്നെ കർത്താവിന്റെ ഒരു അപ്രൂവൽ, കർത്താവിന്റെ അംഗീകാരം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു അർത്ഥമുണ്ട്. പിന്നെ വേറെ എന്താ, കർത്താവിന്റെ തേജസ്, കർത്താവിനെ പോലെ എനിക്ക് ആയിത്തീരുന്നു. കർത്താവിന്റെ തേജസ് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് എനിക്ക് യേശുവിനെ പോലെ കൂടുതലായിട്ട് താഴ്മയുള്ളവനാവണം, കർത്താവിനെ പോലെ നിർമ്മലനാകണം, കർത്താവിനെ പോലെ ഒരു കാർക്കശ്യത്തോടെ പെരുമാറുന്നവനാകണം. അങ്ങനെ മനുഷ്യമാനം തേടാതെ ചിലരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതും കൂടെ പെട്ടെന്ന് പറയാൻ നോക്കണോ? അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഇങ്ങനെ ഒരു വാക്യം, അതും കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12ാം അധ്യായത്തില് നമുക്ക് പലർക്കും പരിചയമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. എന്താ? 43 വാക്യം, 42 വാക്യം, 42-43. എന്നിട്ടും പ്രമാണികളിൽ തന്നെ അനേകർ യേശുവിനെ വിശ്വസിച്ചു. എന്താ? ഒരു വിപ്ലവ വിശ്വാസമേ ഉള്ളൂ. എന്നാൽ പള്ളിഭ്രഷ്ടരാകുമോ, പള്ളിയിൽ നിന്ന് പേര് വെട്ടി കളയുമോ എന്ന് പേടിച്ച് പള്ളിഭ്രഷ്ടരാകാതിരിക്കാൻ വേണ്ടി പരീശന്മാർ നമുക്ക് ഏറ്റു പറഞ്ഞൊന്നുമില്ല. അവർ എന്തുകൊണ്ട് ഏറ്റു പറഞ്ഞു? അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യനുള്ള മാനത്തെ അധികം സ്നേഹിച്ചു എന്ന് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങളോട് ചേർന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ അതൊരു പ്രകാശിതമാകും. എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞാൽ യേശയ്യാവ് 41 വാക്യത്തില് യേശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത് എന്ന് പറയുക. 40 വാക്യത്തില് കണ്ണുണ്ടായിട്ട് കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് യെശയ്യാവ് പ്രവചിച്ചതാ. യെശയ്യാവ് എന്തുകൊണ്ട് അത് പ്രവചിച്ചെന്ന് വെച്ചാൽ യെശയ്യാവ് എന്ത് കണ്ടു? ദൈവത്തിന്റെ തേജസ് കണ്ടു. എവിടെ? യെശയ്യാവ് 6-ാം വാക്യത്തിൽ ഉസിയാവ് മരിച്ചത് ആണ്ടില് ദൈവത്തെ ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കണ്ടു എന്നൊക്കെ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ യെശയ്യാവ് ദൈവത്തിന്റെ തേജസ് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അവരെ കണ്ടിട്ട് വിശ്വസിക്കുക. എന്നാൽ ഈ പ്രമാണിമാർ ആരുടെ തേജസ്സേ കണ്ടുള്ളൂ? അവര് ഈ പരീക്ഷന്മാരുടെ തേജസ്, പള്ളിയിലെ എല്ലാവരുടെ മനുഷ്യരുടെ അംഗീകാരം, മനുഷ്യരുടെ എല്ലാവരുടെയും ആ ഒരു കാര്യം അവര് കണ്ടുള്ളൂ. അവര് ആ പള്ളിയുടെ വലിയ 50 ചുംബിയായിട്ടുള്ള പള്ളിയുടെ മഹത്വവും അതുപോലുള്ള കണ്ടുള്ളൂ. എന്നാൽ ആ പള്ളിയെക്കാട്ടിലെ മഹത്വനായിട്ടുള്ള കർത്താവ് തന്നെ ഇവിടെ നിൽക്കുന്നു. യേശു കർത്താവ് തന്നെ, ഈ കർത്താവാണ് യഥാർത്ഥത്തിലുള്ള ദേവാലയം എന്ന് കാണാതെ ഈ പള്ളിയിൽ തന്നെ ഭ്രഷ്ടനാക്കൂ. ഈ പള്ളിയിൽ എന്റെ പേര് ഇത്രയും വലിയ ഓഡിറ്റോറിയം, ഇത്രയും വലിയ ഹോൾ, ഇത്രയും വലിയ പള്ളി ഇങ്ങനെ കാണുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം നിറയുന്ന വലിയ പള്ളി, ഇങ്ങനെ വലിയ ലൈറ്റുകൾ, ഷാൻഡിലിയർ ലൈറ്റുകൾ, ഡബിൾ ഹാങ്ങിങ് ലൈറ്റ്സുകളൊക്കെ ഉള്ള വലിയ പള്ളിയിൽ തന്നെ പുറത്താക്കൂ. എന്നുവെച്ചാൽ പള്ളിയുടെ മഹത്വം അവർ കണ്ടത്. അതുകൊണ്ട് പള്ളി ഭ്രഷ്ടരാക്കുന്നത്. എന്നാൽ നമ്മൾ ഈ പള്ളിയെക്കാട്ടില് യഥാർത്ഥത്തിലുള്ള ദേവാലയം ആകുന്ന കർത്താവിന്റെ ശരീരം ആകുന്ന സഭയാകുന്ന ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ്സിനെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ ചപ്പും കുപ്പയാണെന്ന് കണ്ട് കർത്താവിന്റെ വചനപ്രകാരം കർത്താവിനായിട്ടൊരു നിലപാടെടുക്കാനായിട്ട് നമ്മള് പള്ളി പ്രഷറാക്കിയാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? പറവക്കുരുടന്റെ കാൽക്കിലിരുന്ന് നമ്മൾ പഠിക്കണം. പറവക്കുരുടൻ എന്താ ചെയ്തത്? യോഹന്നാൻ 9-ാം അധ്യായത്തില് അവര് അമ്മയും അപ്പനും ഒക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നീ അവരോടൊന്ന് ചോദിച്ചോ, അവനോട് ചോദിച്ചോ, ഞങ്ങൾക്ക് അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ തന്ത്രങ്ങളോടെ പറഞ്ഞു. എന്നാൽ പറവക്കുരുടൻ പറഞ്ഞ ഞാൻ ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ, ഞാൻ കുരുടൻ നേരത്തെ ഞാൻ കാണുന്നു, എന്നെ സൗഖ്യമാക്കിയവന് അവനാണ് സത്യവാനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ എല്ലാരും കൂടി പിടിച്ചങ്ങ് എന്ത് ചെയ്തു? പുറത്താക്കി. ആ വാക്യം കൂടെ ഞങ്ങൾ വായിച്ചോട്ടെ. യോഹന്നാൻ 9-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. നമ്മളെ ആൾക്കാരെല്ലാം കൂടെ പിടിച്ച് പുറത്താക്കുമ്പോൾ അവിടെയാണ് കർത്താവുമായിട്ട് ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ ഉണ്ടാകുന്നത്. എന്റെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലൊക്കെ മനുഷ്യരാല് നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഒക്കെയുള്ള ആ സാഹചര്യത്തിൽ കർത്താവിനെ കൂടുതൽ വ്യക്തമായിട്ട് കാണുവാനുള്ള ഒരു വെളിപ്പാട് ദൈവം തന്നിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ ആ യോഹന്നാൻ 9:35, യോഹന്നാൻ 9-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ അവസാനം അവനെ പുറത്താക്കി കളഞ്ഞു എന്ന് വായിക്കുന്നത്.
അപ്പൊ 35-ാമത്തെ വാക്യത്തിൽ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടപ്പോൾ എന്ത് ചെയ്തു? അവനെ കർത്താവ് കണ്ടപ്പോൾ ഫൈൻഡിങ് ഹിം, കർത്താവ് എല്ലാവരോടും ചോദിച്ചു. കർത്താവ് മനുഷ്യന്റെ ഭൂമി വന്നോണ്ട് ആരോട് അവൻ പ്രവൃത്തിനായിരുന്ന മനുഷ്യൻ അവൻ അവിടെ ഉണ്ട്, ഇതുണ്ട് അങ്ങനെ ചോദിച്ചു. കർത്താവിനെ തേടി കണ്ടുപിടിച്ച് അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രൻ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ച് അവൻ അവൻ യജമാനെ അവൻ ആരാകുന്നു, അവന് ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ആണെന്ന് പറഞ്ഞ് 38-ാമത്തെ വാക്യത്തിൽ ഉടനെ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പ്രോസ്ക്യൂനിയോ, ആരാധിച്ചു എന്ന് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. വർഷിപ്ഡ് ഹിം ഇംഗ്ലീഷില്, ആൻഡ് ഹി വർഷിപ്ഡ് ഹിം. പ്രോസ്ക്യൂനിയോ സത്യ ആരാധകർ, ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കണമെന്ന് അല്ലെങ്കിൽ നമസ്കരിക്കണമെന്ന് നമ്മുടെ സത്യവ്യവസ്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ 4:24 ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കുക എന്ന് പറയുന്ന ആരാധിക്കുക എന്നുള്ള അതേ പ്രോസ്ക്യൂനിയോ എന്നുള്ള പദം തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹൂദന്മാരായിട്ടുള്ള മനുഷ്യർ വേറെ ആരെയും ഒരു മനുഷ്യനെ ചെന്ന് ആരാധിക്കത്തില്ല. എന്നാൽ അവന് മനസ്സിലായത് മെസ്സിഹയാണ്, ഇവൻ ദൈവം മനുഷ്യനായിട്ട് വന്നവനാണെന്നുള്ള വെളിപ്പാട്. വേദപുസ്തകം ഉൽപ്പത്തി മുതൽ മലാഖി വരെ അരച്ചു കലക്കി പഠിച്ച പരീശന്മാർക്ക് ബെൽസെബൂൽ ഇവൻ സാത്താനാണ്, ഭൂതങ്ങളുടെ തലവനാണെന്ന് തോന്നി. എന്നാൽ ഈ പിറവിക്കുടനായിരുന്ന മനുഷ്യനെ കുരുടനായതുകൊണ്ട് അവന് എന്ത് അക്ഷരാഭ്യാസം, എന്ത് വിദ്യാഭ്യാസം കാണുമായിരിക്കും. എന്നാൽ അവന് കർത്താവിന് വെളിപ്പാടുണ്ടായി. ബാക്കി മനുഷ്യമാനം തേടാതെ നമ്മൾ കർത്താവിന്റെ തേജസ്സിനെ കാണുമ്പോൾ, യെശയ്യാവ് തേജസ്സിനെ, ഉസ്സിയാവ് മരിച്ച നാളിൽ ആ തേജസ്സിനെ കണ്ട്. ഉസ്സിയാവിന്റെ കാര്യമൊക്കെ നമ്മൾ 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്താ, യെശയ്യാവ് വലിയ രാജാവൊക്കെ ആയിരുന്നു. അതിനിട്ട് പിന്നെ രാജാവ് പുരോഹിതനും കൂടെ ആവണമെന്നൊക്കെ അഹങ്കരിച്ച് അവന് കുഷ്ഠരോഗിയായി തീർന്നു. അവനങ്ങനെ കുഷ്ഠരോഗിയായിട്ട് എല്ലാവരും നിന്ദിക്കപ്പെട്ട് മരിച്ചു. അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തിയും മഹത്വവും ഒക്കെ കണ്ട് ഉസ്സിയാവ് മരിച്ച ആണ്ടില് യെശയ്യാവ് പ്രവാചകൻ ഒരു വെളിപ്പാടുണ്ടായി. അങ്ങനെ ദൈവത്തിന്റെ തേജസ് കാണുന്നു. ആ ദൈവത്തിന്റെ തേജസ് കണ്ടിട്ട് യെശയ്യാവ് അങ്ങനെ പ്രവചിച്ചതെന്നാണ് അവിടെ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് മനുഷ്യരുടെ വലിയ വലിയ കാര്യങ്ങളും, വലിയ ലോകത്തിൻ്റെതായ വലിയ വലിയ കാര്യങ്ങളും, പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ, അതിൻ്റെതായ കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളങ്ങ് മതിമറന്നു പോകുന്നുണ്ടോ? അതോ എന്നാ യേശുവിന്റെ തേജസ്സിനെ കണ്ട് അതിലും വലിയവൻ ഇവിടെ ഉണ്ട്, ശലോമോനിലും വലിയവൻ ഇവിടെ ഉണ്ട്, ഇതിലെല്ലാം അതുക്കുമേലെ ഉള്ളവൻ ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം കണ്ട് കർത്താവെ അവിടുത്തെ മാനം മാത്രം മതി, അവിടുത്തെ വചനം എന്ത് പറയുന്നു, അവിടുന്ന് എന്നെ കുറിച്ച് എന്ത് പറയുന്നു, അത് മാത്രം എനിക്ക് മതി, അവിടുത്തെ അംഗീകാരം മതി, അവിടുത്തെ തേജസ് മതി, എനിക്ക് അങ്ങേ പോലെ ആയിത്തീർന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് അങ്ങനെ തമ്മിൽ ബഹുമാനം വാങ്ങിക്കുന്ന നിർത്തി. കർത്താവ് ഞാനത് ഇന്ന് മുതൽ കർത്താവെ ഒരിക്കലും മറ്റ് മനുഷ്യരുടെ ബഹുമാനം അന്വേഷിക്കാതെ ഇരിക്കാൻ എന്നെ സഹായിക്കണമേ. ഡു നോട്ട് ബി സ്ലേവ്സ് ഓഫ് മെൻ, യു ആർ ഫ്രീ, യു ആർ പർച്ചേസ്ഡ്. 1 കൊരിന്ത്യർ 7:23 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്താ വായിക്കുന്നത്? യു ആർ ഫ്രീ. ഞാനതങ്ങ് 1 കൊരിന്ത്യർ 7:23 എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? യു വെ ബോട്ട് വിത്ത് എ പ്രൈസ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. നമ്മളിങ്ങനെ മനുഷ്യരെ ഇങ്ങനെ ആരാധിക്കുന്നവർക്ക്, ദീപാരാധന ചെയ്യുന്നവർക്ക് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇവന്റെ അംഗീകാരം എനിക്ക് വേണം, കൂട്ടുകാരുടെ അംഗീകാരം വേണം, നാട്ടുകാരുടെ അംഗീകാരം വേണം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ്. മനസ്സിലാക്കി കർത്താവേ അവിടുത്തെ അംഗീകാരം മാത്രം എനിക്ക് മതി, അങ്ങ് എന്ത് പറയുന്നു, അവിടുത്തെ ഇഷ്ടം മാത്രം എനിക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു അത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വലിയൊരു പകർച്ചയും വിശ്വാസത്തിന് വലിയൊരു അളവ് നമ്മളിലേക്ക് പകർന്ന് നൽകത്തക്കവണ്ണമായി തീരും. എല്ലാ കാര്യത്തിലും കർത്താവിനെ അധികമായിട്ട് വിശ്വസിക്കാനും കർത്താവിനെ തേജസ് പ്രാപിച്ചു മുമ്പോട്ട് നീങ്ങുവാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കും. കർത്താവിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. തൻഹിതം ചെയ്തിടുന്നവരെ എവർക്കുമേ യേശുദാൻ തുറന്നിതാ പുതുവഴി. കർത്താവിന്റെ ഹിതം ചെയ്യുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ പുതുവഴിയിലൂടെ നമ്മെ കർത്താവിന്റെ സന്നിധിയിലേക്ക് MHP-ലോട്ട്, ലോകത്തിന്റെ മണി ഓണ പ്ലഷേഴ്സ് എല്ലാം വേണ്ടെന്ന് പറഞ്ഞ് ലോകത്തിന് മുമ്പാകെ വലിയ കാര്യങ്ങൾ അത് കർത്താവിന്റെ മുമ്പാകെ അറപ്പുളവാക്കുന്നതാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി ലോകത്തിന്റെ MHP വേണ്ടെന്ന് പറഞ്ഞ് നാം കർത്താവിലേക്ക് നമ്മൾ തിരിയുമ്പോൾ കർത്താവിന്റെ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് കർത്താവ് നമ്മളെ ആനയിക്കും. അവിടുന്ന് അതിനായിട്ടാണ് ഒരു പുതുവഴി കർത്താവ് തുറന്നത്. അതിനായിട്ട് നമുക്ക് ഓടിടാം എന്നാണ് നമ്മൾ പാടുന്നേ. നമ്മള് ലോകത്തിന്റെ ധനം, മാനമെല്ലാം വിടാം, ദിവ്യമാ സ്വഭാവം, കർത്താവിന്റെ ആ തേജസ് മാത്രം അന്വേഷിക്കുന്നത്. KJV-യിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ NASB-യിലും സത്യവേദ പുസ്തകത്തിലും ഒക്കെ ഏകസത്യ ദൈവം എന്നാണെങ്കിൽ KJV-യിൽ നമ്മൾ പറഞ്ഞതുപോലെ, അതായത് വൈ ഡു യു നോട്ട് സീക്ക് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഓൺലി, ദൈവത്തിന്റെ മാനം മാത്രം
അന്വേഷിക്കാതെ എന്നുള്ളൊരു കാര്യമാണ് KJV-യിലും NKJV-യിലും MKJV-യിലും എല്ലാം. അതാണ് കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ മാനം മാത്രം, അതാ ദിവ്യമാൻ സ്വഭാവം, കർത്താവിന്റെ മാനം, കർത്താവിന്റെ അപ്രൂവൽ, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ സ്വഭാവം മാത്രം സ്വന്തമാക്കിയിടാം. ഓടിടാം തേജസ്സിൻ കിരീടം നേടിടാം, യേശുവിൻ കാന്തയെ ദൂരെ ലോക ആശകൾ എറിഞ്ഞിടാം. നമുക്കത് കർത്താവിന്റെ മുമ്പാകെ ഒരു സമർപ്പണമായിട്ട്, കർത്താവെ ഇന്ന് മുതല് കർത്താവെ എൻ്റെ ഈ ജഡത്തിന്റെ വലിയ കെണിയിൽ നിന്നുള്ള വലിയൊരു സ്വാതന്ത്ര്യം എനിക്ക് തരണം. അവിടുത്തെ ആത്മാവിന്റെ ജ്വാലയുള്ള ആ വചനത്താൽ അവിടുന്ന് തന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവത്തിന്റെ വചനം നമ്മളെ എല്ലാ മനുഷ്യഭയത്തിൽ നിന്നും മനുഷ്യമാനം തേടുന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കും. അതിന്റെ ഉള്ളിയുടെ പല ലെയേഴ്സ് എന്ന് പറയുന്നത് പോലെ അതിന്റെ പല പല ലെയേഴ്സ് ദൈവം നമുക്ക് കാണിച്ചു തരും. ശരിയാണ്, ദൈവഭക്തരായ മനുഷ്യരുടെ അഭിപ്രായം അത് നമ്മൾ മാനിക്കുന്നു, അത് നമ്മൾ വിലമതിക്കുന്നു, അത് നമ്മൾ ഏറ്റെടുക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ആ ഒരു മനുഷ്യമാനവും മനുഷ്യന്റെ ബഹുമാനവും അവർ നമ്മളെ പ്രശംസിക്കുന്നതോ എടുത്തു പറയുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ വണ്ണം കർത്താവ് അവിടുത്തെ മുമ്പാകെ തന്നെ ജീവിപ്പാൻ എന്നെ സഹായിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയോടെ കർത്താവിനെ നോക്കി നമുക്ക് ദൂരെ ഈ ലോകത്തിന്റെ ആശകളൊക്കെ അത് ചവറ്റുകൊട്ടയിലോട്ട് എറിഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങയുടെ പിന്നെ ഓടുവാൻ അവിടുന്ന് മുന്നോടിയായിട്ട് കർത്താവ് ഞങ്ങളുടെ മുമ്പ് പോയില്ലോ, അവിടുത്തെ പിന്നാലെ ഓടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അങ്ങനെ നോക്കി സഹായിക്കണേ കർത്താവെ. അങ്ങ് മനുഷ്യരുടെ അഭിപ്രായമൊക്കെ കർത്താവെ അവിടുന്ന് ഒരു ചപ്പും കുപ്പുമായിട്ട് കർത്താവെ അവിടുന്ന് കരുതി അവിടുന്ന് പിതാവിനെ നോക്കി ഓടിയതുപോലെ ഓടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അങ്ങേ തന്നെ ധ്യാനിക്കുവാൻ, യേശുവെ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ട മനസ്സെന്ന് ഞങ്ങൾ പാടി തുടങ്ങിയല്ലോ. അതെ കർത്താവ്, ഞങ്ങൾ അങ്ങേ ധ്യാനിക്കട്ടെ. അങ്ങ് കർത്താവെ പിതാവിന്റെ അഭിപ്രായം മാത്രം അന്വേഷിച്ച്, പിതാവിന്റെ മഹത്വം മാത്രം അന്വേഷിച്ച കർത്താവ്, ബാക്കി മനുഷ്യർ എന്ത് പറയുന്നെന്നോ, ഇവൻ തന്റെ ശിഷ്യന്മാർ തന്നെ വിട്ടോടിപ്പോയപ്പോ പോലും അവിടുത്തെ മനസ്സ് കലങ്ങിയില്ല, അവിടുത്തെ ഹൃദയം കലങ്ങിയില്ല. കർത്താവെ യേശുവിലുള്ള പിതാവിലുള്ള വലിയ സ്വസ്ഥതയോടെ പിതാവിന്റെ മാർവോട് ചാരി അവിടുന്ന് കർത്താവെ ക്രൂസില് എല്ലാ പാടുകളും ഏകനായിട്ട് ആ പാടുകളെല്ലാം ഏറ്റെടുത്തല്ലോ. മനുഷ്യരുടെ മാനം, അന്ന് റോമൻ ഭരണാധികാരികളുടെ മാനവും തൻ്റെ മുമ്പാകെ നിൽക്കുന്ന പിലാത്തോസിന്റെ മാനവും ഒന്നും നോക്കാതെ പിതാവ് തന്നിട്ടല്ലാതെ വേറൊരു അധികാരവും ഇല്ലെന്ന് വലിയ മാന്യതയോടെ ഡിഗ്നിറ്റിയോടെ പറഞ്ഞ എൻ്റെ കർത്താവിനെ തന്നെ ഉറ്റുനോക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൻ്റെതല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ പടയാളികള്, എൻ്റെ സേവകര് പൊരുതുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഈ റലത്തിൻ്റെതല്ല. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്, നോട്ട് ഓഫ് ദിസ് റലം. ഈ റലത്തിലാണ്, ഈ ഭൂതലത്തിലാണ് വാക്കുകളുടെ വക്കാണ്, നാവുകളുടെ വക്കാണവും മനുഷ്യരുടെ കൂട്ടുകെട്ടുകളും അവരുടെ കോൺസ്പിറസീസും അവരുടെ ഗൂഢാലോചനകളും തന്ത്രങ്ങളും എല്ലാം. ഇന്നാം കർത്താവെ അവിടുന്ന് അവിടുത്തെ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, കൂടാരത്തിലേക്ക് എന്നെ ചേർത്ത് മറയ്ക്കുന്ന ഒരു കർത്താവാണല്ലോ. പാറപ്പിളർപ്പില് ആ പ്രാവിനെ പോലെ കർത്താവെ അങ്ങയിൽ മറഞ്ഞ കർത്താവെ അതിവിശുദ്ധ സ്ഥലത്ത് അങ്ങയുടെ അഭിപ്രായം മാത്രം തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ബാക്കി മനുഷ്യർ എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളെ ബാധിക്കാതെ വണ്ണം ഞങ്ങളെ ആത്മീയമായിട്ട് നട്ടലുള്ളവരായിട്ട് കർത്താവെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് മുമ്പാകെ അതേ കർത്താവെ ഉയർന്നു നിൽക്കുന്നവരായിട്ട്, ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് കർത്താവെ കുനിഞ്ഞ് ഭൂമിയുടെ കാര്യങ്ങളിലേക്ക് പെട്ടുപോകുന്നവരായിട്ടല്ല, മറിച്ച് കർത്താവെ പത്രോസും യോഹന്നാനും ഒക്കെ പറഞ്ഞതുപോലെ മനുഷ്യർ പറയുന്നത് ഞങ്ങൾ അനുസരിക്കണോ, ദൈവം പറയുന്നത് അനുസരിക്കണോ നിങ്ങൾ പറ എന്ന് പറഞ്ഞതുപോലെ വി മസ്റ്റ് ഒബേ ഗോഡ് റാദർ ദാൻ മെൻ. അതെ കർത്താവെ, അതുപോലെ ആദിമ അപ്പോസ്തലന്മാരെ പോലെ ധൈര്യത്തോടെ കർത്താവെ അങ്ങ് കർത്താവെ ഏതൊരളവിൽ ഞങ്ങള് കർത്താവെ വിടുവിക്കപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. ആ അളവിൽ ഞങ്ങളെ വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അധികമായിട്ട് പൂർണ്ണമായിട്ടും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവ് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദാസനാകാൻ സാധിക്കുകയില്ലെന്ന് പൗലോസ് ഗലാത്യർ 1:10 പറയുന്നത് പോലെ കർത്താവെ അവിടുത്തെ ദാസനാകണമെങ്കിൽ, അവിടുത്തെ ശുശ്രൂഷിക്കണമെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങള് കർത്താവെ വില കൊടുത്ത് അവിടുന്ന് ഞങ്ങളെ രക്തത്തിന്റെ വില കൊടുത്ത് വാങ്ങിയല്ലോ. ഇനി ആളുകളെ ആരാധിക്കുന്നവരായി പോകാതെ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ.
അതെ കർത്താവെ, അവരുടെ അഭിപ്രായങ്ങളോ അവരുടെ മാനവോ അവരുടെ നിന്ദയോ ഒന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ലാഞ്ചന പോലും ഉണ്ടാകാതെ വണ്ണം ഞങ്ങൾ ഈ ലോകത്തിന് മരിച്ചവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അരുമനാഥൻ പോയ ഈ പുതുവഴിയിൽ തന്നെ പോയി ആ സിംഹാസനത്തിൽ അവിടത്തോട് വലതു ഭാഗത്തോട് ചേർന്ന് കാന്തയായിട്ടിരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ യൗവനക്കാരെ സഹായിക്കണം. കർത്താവെ, ഞങ്ങളെല്ലാവരെയും കർത്താവെ സഹായിക്കണമേ. കർത്താവെ നന്ദി. കർത്താവെ നന്ദി. അങ്ങനെ അധികം വിശ്വാസമുള്ളവരായിട്ട്, പരിശുദ്ധാത്മാവിന് അധികം നിറവുള്ളവരായിട്ട് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ, മനുഷ്യമാനം തേടുന്ന സ്വന്തം ഇഷ്ടത്തെ അടിയുറവ് പറയുമ്പോൾ, അങ്ങനെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയൊരു നിറവ് അനുഭവിച്ച് ആത്മാവിൽ അവിടുത്തെ ശബ്ദത്തെ കേട്ട് കർത്താവെ അങ്ങനെ ആത്മാവിന്റെ ഫലമായിട്ടുള്ള വിശ്വാസം അധികമുള്ളവരായിട്ട്, എല്ലാ കാര്യത്തിലും അങ്ങേ വിശ്വസിക്കുന്നവരായിട്ട്, എന്നെ ശക്തനാക്കുന്ന ആ കർത്താവ് മുഖാന്തരം, ആ ക്രിസ്തു അഭിഷേക്തൻ മുഖാന്തരം, ആ അഭിഷേകത്തിന്റെ വലിയ പ്രവാഹം എന്നിലേക്ക് ഒഴുകുന്നത് കൊണ്ട് അവിടുന്ന് എന്നെ എല്ലാം അതിജീവിക്കുവാൻ, എല്ലാം ചെയ്യുവാൻ, അവിടുത്തെ ഇഷ്ടം പൂർണ്ണമായിട്ടും ചെയ്യുവാൻ അവിടുന്ന് എന്നെ സഹായിക്കും എന്നുള്ള വലിയ വിശ്വാസത്തോടെ മുമ്പോട്ട് നീങ്ങും. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ. അവിടെ ഞങ്ങളെ വിടുവിച്ചതിനായിട്ട്, ആ കെണിയിൽ നിന്ന് വിടുവിച്ച് ഞങ്ങളെ കർത്താവെ പറക്കുമാറാക്കിയതിനോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവെ, ആ വിഹായസിലെ ആ വലിയ സ്വർഗീയ തലത്തിലെ കർത്താവെ ആത്മമണവാളിനോടൊപ്പം കർത്താവെ അങ്ങയോടൊപ്പം പറക്കുന്നവരായിരിക്കാൻ, ഈ ലോകത്തിന്റെ ചെങ്ങലകളിലും കെണികളിലുമൊക്കെ കുരുങ്ങി ഈ ഭൂമിയിൽ കെട്ടപ്പെട്ടവരായിട്ടല്ല, മറിച്ച് അങ്ങയോടൊപ്പം കർത്താവെ കർത്താവ് ഉന്നതങ്ങളിൽ, ആത്മീയ ഔന്നത്യങ്ങളിൽ പറക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന എടുത്തിനോട് സ്തുതിക്കുന്നു എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.